ഹല്ലേലൂയ. നമ്മൾ ഈ വർഷത്തിൻ്റെ 2023 വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ആമേൻ. നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആരാധന അർപ്പിക്കാൻ പോവുകയാണ് ക്രിസ്തു യേശുവിൽ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അവൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ ഒരു വർഷം എത്ര പേർക്ക് യേശു മതിയായവനായിരുന്നു? ഈ ഒരു വർഷം എത്ര പേർക്ക് യേശു മതിയായവനായിരുന്നു? ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ യേശു എനിക്ക് ഈ ഒരു വർഷം നല്ലവനായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മളിപ്പോൾ ആരാധിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ആ കർത്താവായ യേശുവിന് ആരാധന സമർപ്പിക്കാൻ പോകുന്നത് ഇതൊന്നും കൊണ്ടല്ല. ആമേൻ. അത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പാപത്തിനും എൻ്റെ രോഗത്തിനും എല്ലാം വേണ്ടി എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചു. ആമേൻ. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ആരാധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ സങ്കടങ്ങൾ തീർത്തത് കൊണ്ടല്ല, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയത് കൊണ്ടല്ല, എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് കർത്താവേ. കർത്താവ്, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങയുടെ രക്തത്തിന്റെ വിലയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു യേശു. ഞങ്ങൾ അങ്ങ് വീണ്ടെടുത്തതിനോർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു യേശു. ആ പാപത്തിന്റെ കുഴിയിലായിരുന്നു ഞങ്ങളെ അങ്ങ് കണ്ടു, ഞങ്ങളെ അങ്ങയുടെ വേലക്കായി അങ്ങയുടെ നാമത്തിനായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു യേശുനാഥ. കർത്താവേ, അങ്ങ് ഇത്രയും സ്നേഹിച്ചാൽ ഞങ്ങൾക്ക് മതി വരില്ല കർത്താവേ. എത്ര ആരാധിച്ചാലും ഞങ്ങൾക്ക് അത് അധികമല്ല യേശുനാഥ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അവന്റെ സന്നിധിയിൽ നമുക്ക് അവനെ ആരാധിച്ച് നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ. എൻ്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എല്ലാരും പറഞ്ഞാട്ടെ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതി. മതിയായ ദൈവത്തെ ഒന്നിച്ച് ചേർന്ന് വാഴ്ത്തിയാട്ടെ. ഏതൊരു ആപത്തിലും, ഏത് രോഗത്തിലും, ഏത് പ്രയാസങ്ങളിലും നമ്മളെ വിടുവിക്കുവാൻ മതിയായ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ നിറവ്. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി എനിക്ക് വേണ്ടി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി ജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നു. യേശുവിന് സകല മഹത്വം കൊടുത്താട്ടെ. എന്റെ യേശു, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഹൃദയത്തിൽ നിന്ന് പാടിയാട്ടെ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോയി, എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോയി. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ, എന്റെ ക്ലേശ
സകലമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ആമേൻ വിശ്വാസത്തോടെ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ എന്റെ യേശു നല്ലവൻ എന്റെ യേശു എനിക്കു നല്ലവൻ യെസ് ലോർഡ് അവൻ എന്നുമെന്നും മതിയായവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ ഏതൊരവസ്ഥയ്ക്കും എന്റെ യേശു മതിയായവനെന്ന് ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ എൻ്റെ യേശു സകലത്തിലും മതിയായവൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ആരാധന കൂടുതൽ അർത്ഥമാകുന്നത് ഹല്ലേലൂയ അതിൻ്റെ ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ആ ബന്ധത്തിൽ ആരാധിക്കുമ്പോഴാണ് ഹല്ലേലൂയ ഞാനിവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ വോർഷിപ്പിലായിരിക്കുമ്പോൾ എനിക്ക് കൂടുതലൊക്കെ പ്രാപിക്കാൻ സാധിച്ചിരിക്കുന്നത് ആരാധനയിൽ നിന്നാണ് ഹല്ലേലൂയ ഇന്ന് നമ്മളിവിടെ പാട്ട് പാടി അവനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ചില വിഷയങ്ങളുടെ മേൽ എൻ്റെ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും ഹല്ലേലൂയ അത് എത്ര പേരും അത് വിശ്വസിക്കുന്നുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ 4 ചുവരുകളുടെ അകത്ത് തീരുന്നതല്ല ആരാധനയെന്ന് നമ്മൾ അറിയുമ്പോൾ ഹല്ലേലൂയ അതാ പരിശുദ്ധാത്മാവിൻ്റെ ആ വെളിപ്പാട് നമ്മളിലേക്ക് കിട്ടുമ്പോൾ ഈ 4 ചുവരിൻ്റെ അകത്ത് വരുമ്പോൾ മാത്രമല്ല ആരാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ആരാധന നമുക്ക് ദൈവത്തോട് കൊടുക്കുമ്പോൾ ആ ആരാധന പുത്രനായ യേശുവിനോട് ചേർന്ന് നിന്ന് ആരാധിക്കും തമ്മിലുള്ള വ്യത്യാസം ഹല്ലേലൂയ നമ്മളുടെ ഇപ്പോൾ കടന്നു വന്ന പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം ഹല്ലേലൂയ അതെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാമോ ഹല്ലേലൂയ പല വിഷയങ്ങളാലും പല ബുദ്ധിമുട്ടുകളാലും കടന്നു വന്നവരുടെ ഉണ്ടായിരിക്കാം ഹല്ലേലൂയ എന്നാൽ ആ പ്രശ്നങ്ങളെ എല്ലാം ഒന്ന് മാറ്റിവെച്ച് ഹല്ലേലൂയ എല്ലാം ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഫ്രീ ആയിക്കുക ഹല്ലേലൂയ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ചെന്നാട്ടെ അവൻ ചെയ്ത നന്മകളെ ഒന്ന് ഓർത്താട്ടെ ഹല്ലേലൂയ കഴിഞ്ഞൊരു വർഷക്കാലം ഹല്ലേലൂയ അവൻ കരുതലൊന്ന് ഓർത്താട്ടെ ഇന്നിവിടെ നമ്മൾ ആയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് ഹല്ലേലൂയ അനേകർ ഈ ലോകത്തുനിന്ന് വിട്ടു പോകുമ്പോഴും ഹല്ലേലൂയ എന്നെ എൻ്റെ യേശു അവൻ്റെ സന്നിധിയിലാക്കിയത് അവൻ്റെ ആ വലിയ സ്നേഹത്തെയാണ് ഹല്ലേലൂയ അവൻ്റെ ആ സ്നേഹം മൂലമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് ആ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അവൻ്റെ സ്നേഹത്തെ ഹല്ലേലൂയ നമുക്ക് ഒന്നിച്ച് ചേർന്ന് അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താം വി പ്രൈസ് യു ജീസസ് ഇത്രയും സ്നേഹിച്ച ഹല്ലേലൂയ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ ഇത്രയും സ്നേഹിച്ചാൽ പോരാ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് ആ ദൈവത്തിന്റെ സകല മഹത്വവും യേശുവേ യേശുവേ ആരാധ്യനേ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സകല മഹത്വം യേശുവിലേക്ക് ഓ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ
എൻ സങ്കടങ്ങൾ തീർന്നതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല. യെസ്, എൻ സങ്കടങ്ങൾ തീർന്നതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല. ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും ദൈവത്തിന് സകല മഹത്വം. യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല. അതേ കർത്താവേ, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എന്തുകൊണ്ടെന്നാൽ കൃപയാ രക്ഷിച്ചതിനാൽ. ഹല്ലേലൂയ. ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും, കൃപയാൽ കൃപയാൽ രക്ഷിച്ചതിനാൽ. ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ യേശുവേ ആരാധ്യനേ. യേശുവിന്റെ നാമത്തെ വിളിക്കുന്നവർക്ക് സകല അനുഗ്രഹങ്ങളും നൽകുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സകലതും നിറച്ചു തരുവാൻ മതിയായ എന്റെ യേശുവിന്റെ സാന്നിധ്യം. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവരുടെ സകല അവസ്ഥകളും മാറുവാൻ തക്കവണ്ണം യേശു മതിയായവനാണ്. ഹല്ലേലൂയ. അവന്റെ നാമത്തെ ഇന്ന് വിളിച്ചുപേക്ഷിക്കുന്നവർക്ക് ഹല്ലേലൂയ അവരുടെ പല പ്രശ്നങ്ങളെയും വിടുവിക്കുവാൻ മതിയായവനാണ് എന്റെ യേശു. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സകല രക്ഷയും നൽകുവാൻ മതിയായവനാണ് എന്റെ യേശു. ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ we worship you Lord. ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധനേ. യേശുവേ ആരാധ്യനേ. നിന്റെ യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഹല്ലേലൂയ, അതിന് വിടുതൽ നൽകുവാൻ മതിയായ എൻ്റെ യേശു ഇത് നമ്മുടെ മധ്യേ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise Jesus, ഹല്ലേലൂയ. തിരുവചനത്തിൽ ഹല്ലേലൂയ യേശുവും പുരുഷാരവും കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ തിമാത്തിയുടെ മകൻ ബർത്തമായി, ഹല്ലേലൂയ, കുരുടനായ ബർത്തമായി, അവൻ യേശു പുരുഷാരത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഒച്ചയും എല്ലാം ബഹളവും എല്ലാം കേട്ടിട്ട് പ്രിയ ബർത്തമായി ചോദിക്കുകയാണ്, അവിടെ എന്താണ് ഒച്ച, എന്താണ് അവിടെ ബഹളം? ഹല്ലേലൂയ. യേശുവും പുരുഷാരമാണ്, യേശു അവിടെ കൂടി കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ബർത്തമായി യേശുവെ വിളിക്കുകയുണ്ടായി. ഹല്ലേലൂയ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. We praise you Jesus. ബർത്തമായിക്ക് അറിയാം ഹല്ലേലൂയ
അവൻ്റെ രോഗം എന്താ എന്ന് ഒന്നും അവിടെ യേശുവിനോട് പറഞ്ഞിട്ടില്ല. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചപ്പോൾ ദൈവം അവനെ വിടിവിക്കുവാൻ ഹല്ലേലൂയ മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് യേശുവിലേക്ക് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. വി പ്രൈസ് യു ജീസസ്. ഇന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത് വിശ്വസിക്കുന്നവർക്ക് ദൈവം നിറച്ചു തരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അതെൻ്റെ യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റബശന്തര യേശുവേ ഒരിക്കൽ കൂടി അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We praise you Jesus. റബശന്തര റബശന്തര. ഇന്ന് ആ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് എടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാവോ? നിങ്ങൾ ഏത് വിധേന എൻ്റെ യേശുവിനെ ആരാധിക്കുന്നുവോ, ഹല്ലേലൂയ, ഇന്ന് അവൻ വിടിവിക്കുവാൻ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. We praise you Jesus. എൻ്റെ യേശുവിന് അന്ന് വിടുതൽ നൽകുവാൻ കഴിയുമെങ്കിൽ ഇന്നും അതിന് മതിയായവനാണ്. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, യേശുവേ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ. യേശുവേ, യേശുവേ Yes, Lord. Yes, Lord. ചിലരുടെയൊക്കെ വിഷയങ്ങളെ എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചിലരുടെ വിഷയങ്ങളൊക്കെ യേശു എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ. ഹല്ലേലൂയ. We praise you Jesus. എൻ്റെ യേശുവിൻ്റെ നാമത്തിന് ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ കഴിയാത്തൊരു രോഗവുമില്ല. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിന് സ്വതന്ത്രം വരുത്തുവാൻ കഴിയാത്തൊരു വിഷയങ്ങളില്ല. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിന് ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങളില്ല. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. We praise you Jesus. ആ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ സകലത്തെയും എന്നാളും നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നൊരു ദൈവമായതിനാൽ ഏതൊരു അവസ്ഥയിലും ഏത് പ്രതികൂലങ്ങളിലും നമുക്ക് ആശ്രയിക്കുവാൻ എൻ്റെ യേശു നമ്മുടെ കൂടെയുള്ളതിനാൽ ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ട് അവൻ്റെ അത്ഭുത നാമത്തെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് വാഴ്ത്താം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായ. ഹല്ലേലൂയ. സന്തോഷത്തോടെ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി. ഹല്ലേലൂയ. യേശു, യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്.
യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. ഹല്ലേലൂയ. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ നൽകിടും. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ നൽകിടും. യേശു മതിയായ. സന്തോഷത്തോടെ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലെ ആർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായ. അവൻ സകലത്തിലും മതിയായവൻ. കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശുവോട് പറഞ്ഞാട്ടെ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. വിശ്വാസത്തോടെ ദൈവാത്മാവേ, ദൈവാത്മാവേ, അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമമുയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമമുയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. കർത്തനാം യഹോവയേ, എന്നെ ഇത്രത്തോളവും കൊണ്ടുവന്നിടുവാൻ എൻ ഗൃഹവും എന്തുള്ളൂ.
കർത്തനാം യഹോവയേ എന്നെ ഇത്രത്തോളവും കൊണ്ടുവന്നിടുവാൻ എൻ ഗൃഹവും എന്തുള്ളൂ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ എന്റെ രോഗങ്ങളെ എന്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റി വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ ദൈവം എന്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റി വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ നമ്മുടെ ദൈവം വാസ്തവമായി ഭവിച്ചതിനാൽ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും യെസ് ദൈവാത്മാവേ ശബ്ദം തേരേ ശക്തി കൂടാനഗരം തകരേ കേരേ ശക്തി രേ കൂടാനഗരം തകരം തേരേ ശക്തി രേ കൂടാബ ശക്ത ദൈവാത്മാവേ ദൈവാത്മാവേ ഹല്ലേലൂയ ദൈവാത്മാവേ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 ഹല്ലേലൂയ അക്കാരങ്ങളേക്ക് ഒന്ന് അടിച്ചുകൊണ്ട് ഹല്ലേലൂയ സകലത്തെയും നിവർത്തിക്കുവാൻ മതിയായ എൻ്റെ യേശുവിൻ്റെ അത്ഭുത നാമത്തെ ഹല്ലേലൂയ 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 റിഖരിബ ശതരരരരരരരരരര ഉറബശകിരിരിരിരിരി. We praise you, Jesus. Thank you for your presence, Lord. Hallelujah, hallelujah, hallelujah. We praise you, Jesus. Hallelujah, hallelujah. We praise you, ദൈവം. Hallelujah, ദൈവം. Hallelujah. ചിലരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് Hallelujah. ചിലരുടെയൊക്കെ വിഷയങ്ങളിൽ Hallelujah. ദൈവം ഇന്ന് ഒരു നോ എൻട്രി ബോർഡ് വയ്ക്കുകയാണ്. Hallelujah. We praise you, Jesus. ഇതുവരെ എൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഞാൻ അറിയാതെ കടന്നു വന്നെങ്കിൽ Hallelujah. ഇന്നെൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രശ്നങ്ങളുടെ എൻ്റെ പ്രതികൂലങ്ങളുടെ മേൽ ഞാനൊരു നോ എൻട്രി ബോർഡ് പിശാചിൻ്റെ മുന്നിൽ നിന്ന് വയ്ക്കുകയാണ്. Hallelujah. We praise you, Jesus. അത് രോഗമായിക്കോട്ടെ, എൻ്റെ ജോലിയുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ Hallelujah. We praise you. എന്നെയും എൻ്റെ യേശുവിനെയും തമ്മിൽ അകറ്റുന്ന പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കാം. Hallelujah. എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും Hallelujah. കർത്താവിൻ്റെ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാനൊരു നോ എൻട്രി ബോർഡ് വയ്ക്കുകയാണ്. Hallelujah. Hallelujah. വിശ്വാസത്തോടെ We praise you. എൻ്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റി വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ എൻ്റെ രോഗങ്ങളെ നിൻ കരങ്ങൾ മാറ്റി വാഗ്ദത്തങ്ങൾ ഓരോന്നും വാസ്തവമായി ഭവിച്ചതിനാൽ ദൈവാത്മാവേ
ദൈവാത്മാവേ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും പൂർണ്ണ ഹൃദയത്തോടെ. ദൈവാത്മാവേ ദൈവാത്മാവേ ആരാധിക്കും ആരാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവിന് കൊടുക്കാനുള്ള സമയമാണ്. ഒരു വാക്യം വായിച്ച് കർത്താവിന് കൊടുക്കാം. പുറപ്പാട് 35:5 വാക്യം. നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് എടുപ്പിൻ. നല്ല മനസ്സുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. ഇവിടെ പുറപ്പാട് 35 നമുക്ക് വായിക്കുമ്പം സമാഗമന കൂടാരം പണിയാനായിട്ട് യഹോവ പറയുകയാണ്. അവിടെ തൻ്റെ ജനത്തോട് ഒരു വഴിപാട് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമാഗമന കൂടാരം പണിയാനായിട്ട് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഒരു വഴിപാട് എടുക്കാൻ പറയുകയാണ്. അവിടെ 5 വായിച്ച നല്ല മനസ്സുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. താഴത്തേക്ക് 21 മുതൽ താഴത്തേക്ക് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യം തോന്നിയവരെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. പുരുഷന്മാരും സ്ത്രീകളും ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊന്ന് വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു. 24 വാക്യത്തിൽ വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. 25 വാക്യം നമുക്ക് വായിക്കാൻ കാണാൻ പറ്റും. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നൂറ്റ നീലനൂലും ധ്രൂമ നൂലും ചുവന്ന നൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നു. സാമന്തത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം കൊണ്ടുവന്നു. 29 വാക്യത്തിൽ മോശ മുഖാന്തരം യഹോവയോട് കൽപ്പിച്ച സകല പ്രവൃത്തികൾക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധേ ദാനം കൊണ്ടുവന്നു. ഇവിടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവിന് കൊടുക്കുന്ന മനോഭാവം, ഹൃദയത്തിൽ നിശ്ചയിച്ചവർ, ഔദാര്യ മനസ്സുള്ളവർ, കൈവശമുള്ളത് ഹല്ലേലൂയ അവർ നിശ്ചയിച്ചതെല്ലാം സാമർത്ഥ്യത്തോടെ ഹൃദയത്തിൽ ഉത്സാഹത്തോടെ കർത്താവിന് കൊടുത്തുന്ന കാണാൻ കഴിയുന്നത്. ഇവിടെ 2 കൊരിന്ത്യർ 8 മക്കെദോനിയ സഭയെക്കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെ പറയുന്നത്. കഷ്ടത എന്ന കഠിന ശോധനയായിട്ടും അവർ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യം ധാരാളം ഔദാര്യമായി കൊടുക്കുവാൻ കരുണ കാണിച്ചു. ഇവിടെ മിസ്രയീം ജനം മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവർക്കൊരു വരുമാനമില്ല, ജോലിയില്ല. അവർ മരുഭൂമിയിലൂടെ നടന്നു പോവുക. കർത്താവിൻ്റെ കൃപയിൽ അവർ നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ അവരുടെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്കാൻ ഒരു മടിയുണ്ടായില്ല. അവർ സാമർത്ഥ്യത്തോടെ അല്ലെങ്കിൽ അവരുടെ ഉത്സാഹത്തോടെ കർത്താവിന് കൊടുത്തതായിട്ട് കാണാൻ കഴിയും. അവർ ഉള്ളത് നോക്കിയിട്ടല്ല, ഇല്ലത് നോക്കിയിട്ടെന്നല്ല, അവരുടെ കയ്യിലുള്ളത് എന്താണ്. നൂലാണെങ്കിൽ നൂല്, സ്വർണ്ണമാണെങ്കിൽ സ്വർണം, അവർക്ക് കൊടുക്കാൻ ഹൃദയത്തിൽ തോന്നി ഉത്സാഹത്തോടെ കൊടുത്തെന്ന് കാണാൻ പറയുന്നത്. ഇവിടെ 8 പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൈകളിലെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കൃപ തന്ന കൃപക്കായി നന്ദി പറയുന്നപ്പാ. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ നടത്തി പരിപാലിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായ സകല നന്മകളും അങ്ങ് തന്നി. ആ നന്മയിൽ നിന്ന് കർത്താവേ നിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, നിൻ്റെ സഭ പണിയുവാൻ വേണ്ടി, കർത്താവെ അനേകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാ കരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ കർത്താവിന് ഞങ്ങൾ കൊടുക്കുന്നു. സകല മഹത്വവും തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താ എല്ലാവരും മുഖമൊക്കെ മ്ലാനമായിട്ടിരിക്കുന്നത്? 2023 തീരുന്നൊരു സങ്കടമാണോ അതോ 2024 ഏതാ? ഹല്ലേലൂയ. സമയം അല്പം ഒരുപാട് മുന്നോട്ട് കടന്നു പോയിട്ടുണ്ട്. വേഗത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. കുറച്ച് ആൾക്കാർ പുതിയ എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളായി ഞങ്ങൾ മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീടധാരണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അതിന് കുറച്ച് നാൾക്ക് മുമ്പ് ഞങ്ങൾ ഹൃദയത്തെ കീറിമുറിക്കായിരുന്നു. സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു സന്തോഷ ക്ലാസ് എടുത്തത് മാത്രമേ ഉള്ളൂ. ബാലൻസ് ചെയ്തില്ലെങ്കിൽ പാസ്റ്റർ ശരിയല്ലെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ കിരീടധാരണ ദിവസം. ഹല്ലേലൂയ. കേട്ടില്ല, മിണ്ടിയില്ല. ഓക്കെ, എൻ്റെ നമ്മൾ ഓരോരുത്തരും പറയണം, എൻ്റെ കിരീടധാരണ ദിവസം. ഹല്ലേലൂയ. പൊതുവെ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനെ അറിഞ്ഞു, നമ്മൾ വന്നു, പിന്നെ നമ്മൾ സൺഡേ വന്ന് കൂടിപ്പോകുക എന്ന് മാത്രമേ നമ്മൾക്ക് അനേകർക്കും ഇന്ന് ആത്മീയബോധത്തിൽ കണ്ടുവരുന്നുള്ളൂ. പക്ഷേ വേദപുസ്തകം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടനവധി വാഗ്ദത്തങ്ങളുള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. നമ്മൾ അനേകരും കണ്ടെത്തുന്നത് ഈ നശിക്കുന്ന വില കുറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ ബൈബിളിലുണ്ട്. വിലയേറിയതും വില കുറഞ്ഞതുമായ വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഒട്ടനവധി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. വില കൂടിയത്, നശിക്കാത്തത്, അപ്പോൾ തന്നെ വില കുറഞ്ഞ വാഗ്ദത്തങ്ങളും നമുക്കുണ്ട്. എന്നുകൊണ്ടല്ലോ നിങ്ങളെല്ലാവരും ഈ വില കുറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ ഈ ശ്വാസം പോകുമ്പോൾ അസ്തമിക്കുന്നതാണ്. അത് ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് ലഭിച്ചത് കൊണ്ടോ നമുക്കൊരിക്കലും ആ സ്വർഗീയ പരദീസ ലഭിക്കണമെന്നില്ല. ഹല്ലേലൂയ. ഈ 1 Corinthians 15:19 പറയുന്നു, ഇഹലോകത്തിലേക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ അരിഷ്ടന്മാർ. അവർക്ക് ചെറിയ വാഗ്ദത്തങ്ങൾ മതി ദൈവത്തിൻ്റെത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ചെറിയ ചെറിയ വാഗ്ദത്തങ്ങൾ, ഈ ആയുസ്സിൽ വേണ്ടി മാത്രമുള്ള വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ ചില മറ്റു വ്യക്തികൾ അവർക്ക് ഈ ലോകത്തിലെ ചെറിയ വാഗ്ദത്തങ്ങളും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്ക് നശിക്കാത്ത, അഴിയാത്ത, സ്വർഗത്തോളം വലിപ്പമുള്ള, ദൈവത്തോളം വലിപ്പമുള്ള വാഗ്ദത്തങ്ങൾ ചേർത്ത് പിടിക്കുന്നവരാണ്. ഒരുപക്ഷെ ഈ ആയുസ്സിൽ അവർക്കൊരുപക്ഷെ പേരോ പെരുമയോ ഒന്നും കണ്ടതില്ലായിരിക്കാം. പക്ഷേ അവർക്കറിയാം ബാക്കിയുള്ള വില കുറഞ്ഞതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഈ മണ്ണിൽ അസ്തമിക്കുന്നതാണ്, നമ്മുടെ ശവപ്പറമ്പിൽ വന്ന് അസ്തമിക്കുന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ പേരും പെരുമയും, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ എല്ലാം എന്തുവാകട്ടെ, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അങ്ങേ അറ്റം വരെ പോയാൽ ശവപ്പറമ്പിൽ മാത്രം അസ്തമിക്കും. എന്നാൽ വലിയ വാഗ്ദത്തങ്ങളുണ്ട് നമുക്ക്. പുറപ്പാട് മുതൽ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ നീണ്ട് വെളിപ്പാട് വരെ കിടക്കുന്ന വിശാലമായി പഠിപ്പിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ, ദ്രവിക്കാത്ത, അസ്തമിക്കാത്ത, സ്വർഗത്തോളം വലിപ്പമുള്ള, ദൈവത്തോളം വലിപ്പമുള്ള വിലയേറിയ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. അതിൽ ഒരു ചെറുത് മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ, ആഴ്ചകളേറെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ വിട്ടേക്കാം. എൻ്റെ കിരീടധാരണ ദിവസം, മൈ കൊറോണേഷൻ ഡേ. ഹല്ലേലൂയ. ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയ വാഗ്ദത്തങ്ങളിൽ നമ്മുടെ ജീവൻ തീർക്കും. കാരണം നമ്മൾ അറിയേണ്ടത് അതാണ്. ഞാനൊരു വാക്കുകൂടെ സ്നേഹിക്കണമെന്ന്, പ്രേമിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ശലോമോൻ. എന്നാൽ അദ്ദേഹം വചന ലംഘനം എന്തുമാകട്ടെ ഞാൻ വിടുകയാണ്. ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായി മിസ്രൈമിൽ പോയി കുതിരകളൊക്കെ പൊക്കാൻ തുടങ്ങി, അവിടെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ പതിയെ ദൈവം പറയാത്ത മറ്റ് അനീതിയുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എത്രയോ ജ്ഞാനമേറിയ വാക്കുകൾ എഴുതി വെച്ച മനുഷ്യൻ അവസാനം സഭാപ്രസംഗി എന്ന് പറയുന്ന പാപത്തിൽ വീണ ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗി. ആ പുസ്തകം പഠിക്കുമ്പോൾ ഒട്ടനവധി വെളിപ്പാടുണ്ടെങ്കിലും ആ പഠിക്കുമ്പോൾ അതിൽ നമുക്കൊരു വാക്യം ആവർത്തിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 32 പ്രാവശ്യത്തോളം ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ ആകാശത്തിന് കീഴെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പറ്റിപ്പോയെന്ന് അറിയാമോ? അദ്ദേഹം ആകാശത്തിന് കീഴെ നോക്കാൻ തുടങ്ങി. അതിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരില്ലെങ്കിൽ തീർച്ചയായും ഈ മണ്ണിൽ നമ്മുടെ ജീവിതം അസ്തമിക്കും. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയല്ല ദൈവം നമ്മുടെ കർത്താവിൻ്റെ പുത്രനെ കാൽവരി കുരിശിൽ തകർത്തത്. നമ്മെ ആകാശത്തിനപ്പുറം ഒരു ലോകമുണ്ട്, നശിക്കാത്ത നമ്മുടെയൊക്കെ അപ്പൻ്റെ ലോകം, അവിടെ ഇരുത്താൻ വേണ്ടിയാണ്. നമ്മുടെ കണ്ണുകളൊക്കെ ചെറിയ വാഗ്ദത്തങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം. ഹല്ലേലൂയ. അതിലൊരു ചെറുത് മാത്രമാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച സംസാരിക്കുന്നത്, എൻ്റെ കിരീടധാരണ ദിവസം. ഹല്ലേലൂയ. ഞാൻ ഓടിച്ചു വിടുകയാണ്, ക്ലാസ് എടുത്തത് കൊണ്ട് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഒഴുകുകയാണ്. വെളിപ്പാട് പുസ്തകം 3:21 വാക്യം പഠിക്കുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വാക്യമുണ്ട്. ലവോദിക്യ സഭയോട് പറയുന്ന വാക്യം, ഞാൻ ഇല്ലേ, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനം ഇപ്പം വരം നൽകും. ദൈവം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പുതിയ ഭൂമിയിലേക്ക്. ചില ആൾക്കാർ പറയും പുതിയ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും അല്ല. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അത് വേറെ കാര്യം. അതിലൊന്ന് മാത്രമാണ്, ഏറ്റവും താഴ്ന്നത് മാത്രമാണ് പുതിയ ഭൂമിയൊക്കെ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് അതിനപ്പുറം പുതിയ യെരൂശലേമുണ്ട്, അതിനപ്പുറമൊക്കെ ആകാശങ്ങളെ മണർത്തി കിടക്കുന്ന സ്വർഗങ്ങളുണ്ട്. അതിനപ്പുറം സ്വർഗാതി സ്വർഗം, അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞാൽ സ്വർഗീയ സിയോൺ.
ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ ഭവനമായ സ്വർഗീയ സിയോണിലേക്കാ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവം അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് വാഴുകയാണ്, ആ സ്വർഗീയ സിയോണിൽ നിന്ന്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സിയോണിലേക്കാണ് കർത്താവിനെ കുറിച്ച് കർത്താവ് പറയുക, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ച് എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ആ സിയോണിലേക്ക് വിളിച്ചിരിക്കുക. നമ്മുടെയൊക്കെ വിളി മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്വർഗീയ സിയോനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയതല്ല, നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചത് ഈ ഭൂമിയിൽ എന്തെങ്കിലും സൗഖ്യങ്ങൾ പ്രാപിച്ചോ എന്തെങ്കിലും നന്മകൾ പ്രാപിച്ചോ പോകാൻ വേണ്ടിയല്ല. അതൊക്കെ വാഗ്ദത്തങ്ങളാണ്, പക്ഷെ വില കുറഞ്ഞതാണ്. എന്നാൽ വില മതിക്കാത്ത, നശിക്കാത്ത ആ മനോഹരമായ വാഗ്ദത്തങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ സിയോണിലേക്ക് തന്നെയാണ്. ഹല്ലേലൂയ. ആ വിളി റേഞ്ച് അറിഞ്ഞു വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ഓടുവാൻ. ഹല്ലേലൂയ. വെറുതെ പാഴ് ശൂന്യമായ അല്പനേരത്തേക്ക് മാത്രം നമുക്ക് ജഡിക സുരം തരുന്ന ആ സുഖങ്ങൾക്ക് വേണ്ടിയല്ല, അതിനപ്പുറമായി അതല്പമെന്ന് ക്ഷമിച്ചാൽ, സഹിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ സ്വർഗീയ സിയോണിലേക്കാണ്, സിംഹാസനത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വാക്യം ശ്രദ്ധിക്കണം, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് സിംഹാസനം പങ്കിടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, യെശയ്യാ 14 അധ്യായത്തിലും എസെക്കിയേൽ 28 അധ്യായത്തിലും നമ്മൾ കഴിക്കുമ്പോൾ ഒരുവൻ സ്വർഗത്തിൽ നിന്ന് വീണുപോയി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാ അരുണോദയപുത്രനായ ശുക്രൻ. ഹല്ലേലൂയ. കെരൂബായിരുന്നു അവൻ എന്നുമാകട്ടെ, ഞാൻ വിടുകയാണ്. അവൻ 5 പ്രാവശ്യം ഞാനെന്ന് 5 പ്രാവശ്യം പറയുന്നുണ്ട്. ദൈവത്തോട് സമനാകും, അല്ലേ, എൻ്റെ സിംഹാസനം അത്യുന്നതനോട് സമനാക്കി വെക്കുമെന്നൊക്കെ പറഞ്ഞ് 5 പ്രാവശ്യം ആ വ്യക്തി പറയുന്നുണ്ട്. പറഞ്ഞില്ല, ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവം ചവിട്ടി താഴെ കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം, വെട്ടിയിട്ടും. നിങ്ങൾ അറിയണം, അവൻ ആ ലൂസിഫർ അല്ലെങ്കിൽ ആ കെരൂബായിരുന്ന ആ പിശാചായി തീർന്ന പിശാച്, അവനറിയണം, അവൻ 5 പ്രാവശ്യവും ഹൃദയത്തിൽ ആഗ്രഹിച്ചത് ദൈവം നമുക്ക് തരാൻ വെച്ച വലിയ വാഗ്ദത്തങ്ങളാണ്. എന്നോടുകൂടെ സിംഹാസനം പങ്കിടാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ്റെ മക്കൾക്ക് വേണ്ടി വെച്ചത് എത്ര വലിയവൻ ചോദിച്ചാലും അവനെ വെട്ടി താഴെ വിടുന്ന കാര്യം മറന്നു പോകരുത്. ദൈവം നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒട്ടനവധി സംഭവങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇതുപോലെ ഇന്നും നമ്മുടെ നിത്യത തകർത്ത് കളയുവാൻ, നമ്മുടെ ദൈവരാജ്യം തകർത്ത് കളയുവാൻ ഇഷ്ടംപോലെ നമ്മുടെ പുറകിൽ ഇപ്പോഴും ഉണ്ട്. പേടിക്കേണ്ട. ലൂസിഫറെ വെട്ടി താഴെയിടാൻ കരുത്തുള്ളവൻ അവനെയും വെട്ടി താഴെയിടുന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ വിടുകയാണ്. ദൈവം നമ്മളെ വിളിച്ചത് ഇതിനു വേണ്ടി, കാര്യം മറന്നു പോകരുത്. ഒരു വാക്യം നമ്മൾ കണ്ടതാണെന്ന് ഓടിച്ചു വിടുകയാണ്. മലയാളം ബൈബിൾ വായിക്കുമ്പോൾ, ഈ തമിഴ് മിക്കതും കറക്റ്റ് ആയിരിക്കും. മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അവിടെ രാജ്യവും പുരോഹിതന്മാരുമാക്കി ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത് ഒട്ടനവധി വാക്യങ്ങൾ അറിയാം. ഞാൻ വിട്ടുപോകുക. രാജ്യവും പുരോഹിതം. രാജ്യം എന്ന് പറഞ്ഞാൽ കൺട്രി എന്നർത്ഥം. പണ്ടവർ പറയും നീ കൺട്രിയാണെന്നൊക്കെ പറയും. ആ കൺട്രി അല്ലേ ഈ കൺട്രി, ഇത് വേറെ കൺട്രിയാ. ഓക്കെ, ഇത് ആ കൺട്രി ഒന്നുമല്ല. ദൈവം നമ്മളെ വിളിച്ചത് ഒരു കൺട്രി ആകാൻ വേണ്ടിയല്ല. ഇവിടുത്തെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്നാ പറഞ്ഞത്. രാജാക്കന്മാരായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. രാജാക്കന്മാരായ, രാജ്യമല്ല, രാജാക്കന്മാരായ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഒട്ടനവധി മലയാളത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാ. യാക്കോബ് 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, വാക്യം ശ്രദ്ധിക്കണമേ, വിവരിക്കാൻ സമയമില്ല, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടങ്ങൾ. നമ്മൾ പിന്നീട് പഠിക്കും. 5 മനോഹരമായ കിരീടങ്ങളുണ്ട്. ആർക്ക് ലഭിക്കുമെന്നുള്ളതൊക്കെ വരും നാളുകളിൽ ഞാൻ കൂടെ സംസാരിക്കും. ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് ആ രാജാവായി അവരോടുകൂടി സിംഹാസനം ഇടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് രാജാവായിട്ടില്ല. അതാ പ്രശ്നം. നമ്മൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികമായി ഒരു ദുരുപദേശത്തിൽപ്പെട്ട ഒരു ഉപദേശമാണ് നമ്മളൊക്കെ രാജാവിൻ്റെ മക്കളെന്നുള്ള വലിയൊരു അല്ലേ, എന്തൊരു പറയാറുണ്ട് ആൾക്കാർ. യൂട്യൂബൊക്കെ നോക്കി ഇഷ്ടംപോലെ ഉണ്ട്. ദൈവം നമ്മളെ വിളിച്ചത് രാജാവിൻ്റെ മക്കളായിട്ട് ദൈവം നമ്മളെ വിളിച്ചത് അല്ല. ശ്രദ്ധിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. പകുതിയാണ്, പകുതിയായിട്ടില്ല. അത് പറഞ്ഞോളാം. ദൈവം പൊതുവേ ഇന്ന് കേൾക്കുന്ന വലിയൊരു ഭോഷത്വമായ ഒരു ഉപദേശമാണ്, നമ്മൾ രാജാവിൻ്റെ മക്കളല്ലേ ബ്രദറെ. അല്ല. ഹല്ലേലൂയ. വേറൊരു രാജാവുണ്ട് ഇവിടെ. നമുക്കറിയാം, വീണ് നമസ്കരിച്ചാൽ കിട്ടുന്ന വലിയ രാജാവിടെയുണ്ട്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുവാ. എത്രത്തോളം വലുതാണെന്നും നമുക്കറിയാം. ഒരു ശ്വാസത്തിന് മാത്രം ഒടുകിക്കളയാൻ മാത്രമുള്ള ആയുസ്സുള്ളവൻ അവൻ, അത്രയേ ഉള്ളൂ. അതപ്പുറത്തേക്ക് അവനെ കാണാൻ നമുക്കാവത്തില്ല. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാ. യേശു രാജാവാണിപ്പോൾ, ഇവിടെയല്ല, ആത്മമണ്ഡലങ്ങളിൽ.
ഹല്ലേലൂയ. നമ്മൾ ഒട്ടനവധി വാക്യം പഠിച്ചതാ, എൻ്റെ വിശുദ്ധ സിയോണിൽ ഞാൻ അവനെ രാജാവാക്കി വെച്ചിരിക്കുന്നു. യേശു സ്വർഗീയ സിയോണിൽ രാജാവായി ഇവിടെ നിന്ന് അവൻ മരിച്ച് 40 ദിവസം ശിഷ്യന്മാരോട് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ പിതാവ് അവനൊരു വലിയ ഒരു പദവി കൊടുത്തു. അവൻ സ്വർഗീയ സിയോണിലെ രാജാവാണ്. എങ്ങനെ മനസ്സിലായി? എങ്ങനെ പണ്ട് വലിയ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലായി നമ്മുടെ കർത്താവ് സ്വർഗീയ സിയോണിലെ രാജാവായെന്ന്? നമ്മൾ പഠിച്ചതാ. എങ്ങനെയാണെന്നറിയാമോ? ഇന്ന് ഒരു രാജാവ് മറ്റ് ജാതി ഏതെങ്കിലും ലോകത്ത് എന്തെങ്കിലും അറബ് രാജ്യങ്ങളോ എവിടെയാവട്ടെ ഒരു രാജസ്ഥാനം മാറ്റിയിട്ട് തൻ്റെ മക്കൾക്ക് രാജസ്ഥാനം കൊടുക്കുമ്പോൾ അവൻ ആദ്യമായി കയറുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ഈ എന്താ പറയുക കരസേനയുടെ നേതാക്കന്മാർക്കും നാവികസേനയുടെ നേതാക്കന്മാർക്കും എയർഫോഴ്സ് നേതാക്കന്മാർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കും. അത് അവൻ രാജാവായതുകൊണ്ട് കൊടുക്കുകയാണ്. 2, ജയിലിൽ കിടക്കുന്ന എത്രയോ വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ സമയപരിധിക്കുള്ളിൽ റിലീസ് ചെയ്ത് വിടും. കാരണം എന്നറിയാമോ? പുതിയ രാജാവ് ഭരണമേറ്റു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് നമ്മുടെ കർത്താവ് സ്വർഗീയ സിയോണിലെ ആത്മമണ്ഡലങ്ങളിൽ. കേൾക്കണം, സിയോണിലെ രാജാവായതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തങ്ങൾ മാത്രമല്ല നമുക്ക് ഗിഫ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ഗിഫ്റ്റിനകത്ത് ഒരുത്തൻ പോലും ഇടയില്ല. ഹല്ലേലൂയ. കൃപാവരമില്ലാത്ത ഒരുത്തൻ പോലും ദൈവസഭക്കകത്തില്ല. കാരണം നമ്മുടെ അപ്പൻ സ്വർഗീയ സിയോണിലെ രാജാവായതുകൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, പഠിച്ചു പോയതുകൊണ്ട് ജസ്റ്റ് ഓടിച്ചു വിടുകയാ. അവൻ സിയോൺ പർവ്വതത്തിൽ ഇന്നും എന്ന് രാജക എഫേസ്യർ 4:8 പഠിച്ചു. മനുഷ്യരെ ദാനങ്ങളെ കൊടുത്തു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. നമ്മുടെ കർത്താവ് സിയോണിലെ രാജാവായതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ സ്വന്തമല്ല, അവൻ്റെ ദാനമാണ്. അവൻ രാജാവായതുകൊണ്ട് മാത്രം ലഭിച്ചു പോയതാ എനിക്കും നിങ്ങൾക്കും. ഹല്ലേലൂയ. ഇനി ഇപ്പോൾ യേശു ആത്മമണ്ഡലങ്ങളിൽ സ്വർഗീയ സിയോണിലെ രാജാവാ. പക്ഷേ ഇന്നും ഭൂമിയിൽ അവർ രാജാവായിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇന്നും ഭൂമി രാജാവായിട്ടില്ല. എപ്പോൾ ആവുമെന്ന് നമ്മൾ അല്പം ചിന്തിച്ചതാണ്. വെളിപ്പാട് 10:7 പറയുന്നു, ഇനി കാലമുണ്ടാകത്തില്ല. 7000 വർഷത്തെ ദൈവിക പ്രൊജക്റ്റാണ് ഈ ഭൂമിക്കകത്ത്. ഇനി ഈ കാലം ഉണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളമൂതാനിരിക്കുന്ന ആദ്യത്തെ കാലത്ത് ദൈവത്തിന് ഒരു മർമ്മമുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചിരിക്കുന്നത്. ആ മർമ്മം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചത് കൊടുത്തതുപോലെ നിവൃത്തിയാകും. എപ്പോഴാണ് നിവൃത്തിയാകുന്നത്? 7ാമത്തെ കാഹളമൂതുമ്പോൾ. ഹല്ലേലൂയ. ഈ 7ാമത്തെ കാഹളമൂതുമ്പോൾ എന്താണ് മർമ്മം? പ്രവാചകന്മാരൊക്കെ മറച്ചുവെച്ച് ആർക്കും കൊടുക്കാതെ ദൈവസഭയ്ക്ക് മറച്ചുവെച്ച് നമുക്ക് തരാൻ വേണ്ടി കൊടുത്ത മർമ്മം എന്താണ്? അതിപ്പോൾ ബാക്കി വായിക്കുന്നു. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. പോരാ, ഇതൊന്നും ഈ വാക്കുകളുടെ അടുക്കൽ പോലും എത്തിയിട്ടില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ആ മർമ്മം എന്ന് പറയുന്നത് 7ാമത്തെ കാഹളമൂതുമ്പോൾ ഈ ഭൂമിയിലെ 262 രാജ്യങ്ങളുടെയും ഭരണം നമ്മുടെ കർത്താവിനായി തീരും. അപ്പോൾ അവൻ ഭൂമിയിലെ രാജാവാകും. അപ്പോൾ മാത്രമേ ഞാനും നിങ്ങളും രാജാക്കന്മാരായി വാഴുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പതിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അകത്ത് കത്തുന്നുണ്ട്. ഇതൊക്കെ അകത്ത് കയറിയാലുണ്ടല്ലോ ഈ നക്കാപ്പിച്ചക്ക് വേണ്ടി നിൽക്കത്തില്ലെന്നേ. ഇതിനു വേണ്ടി നശിച്ചു പോകുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടിയൊന്നുമല്ല. വലിയ വിലമതിക്കാത്ത വാഗ്ദത്തങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ഇവിടെ. ഹല്ലേലൂയ. ഒരു പറയാം, പ്രധാനമന്ത്രി വന്നാലും ഈ കൊച്ചി പട്ടണത്തിന് അധികാരി വേറെ ആരുമല്ല. പിതാവ് നരകയല്ല, നഗരപിതാവ് എന്നാ പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? കളക്ടറെ കുറിച്ച് പറയുന്നത് അല്ലേ? ഇതേ നഗരത്തിന്റെ പിതാവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരം വെച്ചിരിക്കുന്നത്. വേറെ ആക്കിയൊക്കെ പുറത്ത് താഴെയായിരിക്കുന്നത്. പ്രിൻസ് അവസാനം ആരാധനായ മേയർ. ഓക്കെ. പക്ഷേ അദ്ദേഹം ഈ പട്ടണത്തെ നഗരത്തെ ഭരിക്കുവാൻ റോട്ടിൽ കൂടി പോയ പിടിച്ചു കയറ്റിയതല്ല ഇത് അദ്ദേഹത്തെ. അതല്ല, കൈയും കാലും അല്ലെ വെള്ളത്തിൽ മുക്കിയിട്ട് കണ്ണിൽ ഈർക്കിൽ കുത്തി കയറ്റി വെച്ച്, പഠിക്കുന്ന പിള്ളേരെ കുറിച്ച് പറഞ്ഞതാ, വെച്ച് എത്രയോ വർഷങ്ങൾ ഇതിനെ സ്വപ്നം കണ്ട് അദ്ദേഹം പഠിച്ച് ജയിച്ച് അവകാശിയായി തീർന്നതാണ്. ഈ ആയുസ്സിൽ ഒരു ഭരണം ദൈവം നമ്മളെ ഏൽപ്പിക്കാൻ പോകുകയാണ് ഇവിടെ ഈ ഭൂമിക്കകത്ത്. അതിനുശേഷമാണ് നിത്യത്തിലേക്ക് വരുന്ന ആളുകളെ ആഴമായി പഠിക്കുക നമ്മൾ. ഹല്ലേലൂയ. ഒരു ഭരണം നിങ്ങളുടെ കയ്യിൽ തന്നാൽ എങ്ങനെ ഭരിക്കുമെന്ന് ഇപ്പോൾ ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം പഠിക്കുക എന്തിനു വേണമെന്ന് അറിയാമോ? ദൈവനീതി പ്രാപിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മോഷ്ടിച്ചാൽ നമ്മൾ പിന്നെ അവൻ്റെ മോഷ്ടിക്കുക, അത് നമ്മുടെ സ്വഭാവം അല്ലേ? നീ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിൻ്റെ വീട്ടിൽ വരാം, അതാണ് നമ്മുടെ നീതി. പക്ഷേ എൻ്റർലി ഡിഫറൻ്റ് ആണ് ദൈവനീതി. നമ്മളിപ്പോൾ വേദവസ്തം പഠിക്കുന്നത് ആ രാജവാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്, നിയമമാണ്.
ഇവിടെ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുന്നത് ഒരു രാജവാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് രാജാവും പുരോഹിതന്മാരുമായി തീരാൻ വേണ്ടിയാണ്. എന്നുമാകട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടനവധി വാക്യം കണ്ടു. വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 6 മുതൽ 8 വരെ പഠിക്കുമ്പോൾ, അപ്പോൾ വലിയ പുരുഷാരത്തിലെ ഘോഷം പോലെയും പെരുവെള്ളത്തിലെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്ക് പോലെയും ഞാൻ കേട്ടത് ഹലേ അല്ലേലും വയ്യാന്നല്ല, ഹല്ലേലൂയ. അവിടെ പറയുന്നു, സർവശക്തിയുള്ള ദൈവം, നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഈ ഭൂമിയിൽ ഏറ്റിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം സന്തോഷിച്ച് ഉല്ലസിക്കുക, അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാണ്ട് കല്യാണം വന്നുവല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി കണ്ടതാണ്. എന്നുമാകട്ടെ, 1000 ആണ്ടിൽ കർത്താവ് വാഴുവാൻ വരാൻ പോകുക. 1000 വർഷം. ഹല്ലേലൂയ. ഈ ഭൂമിയെ വാഴാൻ വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി. ഒരു ദിവസം ദൈവത്തിനാണെങ്കിൽ 1000 വർഷം പോലെ. അങ്ങനെയെങ്കിൽ 7000 വർഷം മാത്രമായി ഈ ഭൂമിക്ക് ആയുസുള്ളൂ. ആദം മുതൽ അബ്രഹാം വരെ 2000 വർഷം, അബ്രഹാം മുതൽ യേശു വരെ 2000 വർഷം, ഇപ്പോൾ 2000 ആകാൻ പോകുന്നു. 7 വർഷം എതിർ ക്രിസ്തു ഭൂമിയെ ഭരിക്കും. 1000 ആണ്ട് കർത്താവ് ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ. അതോടുകൂടി ഇത് കത്തിയഴിഞ്ഞു പോകും. അതിനകത്ത് വരുന്ന ദൈവം 1000 വർഷം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ 1000 വർഷം വാഴാൻ വരികയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളാ ഭരിക്കാൻ പോകുന്നത്. കർത്താവ് ചുമ്മാ ആ യെരൂശലേമിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. രാജാതി രാജാവായി ആ സിംഹാസനം ഇരിക്കത്തേ ഉള്ളൂ. 5 പട്ടണത്തിനും 10 പട്ടണത്തിനും അധികാരിയായി വാഴാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാ. പോരാ, ഇതുകൊണ്ടൊന്നും അതിൻ്റെ സുഖമൊന്നും കിട്ടത്തില്ല സഹോദരങ്ങളെ. അപ്പോൾ എന്തുമാകട്ടെ, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കുക. നമ്മുടെ ഭരണം ആരംഭിക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് രാജാവായി കഴിഞ്ഞാൽ നമ്മൾ രാജാക്കന്മാരായി തീരും. എന്തുമാകട്ടെ, ഓടിച്ചു വിട്ടേക്കാം. ഒരു ഉപമയിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആഴമായി പഠിച്ചതാണ്. എന്നാലും ഒരു കുലീനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരയാത്ര പോയി. ഒരു ഉപമ പഠിപ്പിക്കുക കർത്താവ്. അത് വേറെ ആരുമല്ല, കുലീനായ മനുഷ്യൻ നമ്മുടെ കർത്താവാണ്. അവൻ യേശു കർത്താവ് മരിച്ച് 40 ദിവസം ശിഷ്യന്മാരെ കൂടെ നടന്നു. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അവൻ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ ഇവിടെ വചനം പറയുന്നു, കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാമെന്ന് വെച്ച് ദൂരയാത്ര പോയി. നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയിരിക്കുകയാണ്. ആണോ ഇല്ലയോ? ഹല്ലേലൂയ. പോയപ്പോൾ അത് വിടുകയാണ്, ബാക്കി പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയിരിക്കുകയാണ്. ഇതുവരെ അവർ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ കർത്താവ് രാജാവായിട്ടില്ല. നമ്മൾ വ്യാമോഹിക്കൊന്നും വേണ്ട, ആയിട്ടില്ല. ഒന്നും മിണ്ടിയില്ല നിങ്ങൾ. അപ്പോൾ അവൻ പോയിരിക്കുക, തിരിച്ചു മടങ്ങി വരും രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി. അതൊട്ടും വിദൂരമല്ല, നമ്മുടെ കൺമുമ്പിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. അവൻ്റെ രാജ്യത്വം നശിക്കാത്ത രാജ്യത്വമാണെന്ന് കൊട്ടനവധി നമ്മൾ കണ്ടതാ. ഞാൻ വിടുകയാ, എൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാണെന്നൊക്കെ പഠിച്ചു. ഇനി അതോടുകൂടി ചേർന്ന് എപ്പോഴാണ് അവന് രാജ്യത്വം സംഭവിക്കാൻ പോകുന്നത്? എപ്പോഴാണ് യേശു ഭൂമിയെ രാജാവാകുന്നത്? നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്താ? മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീടമുള്ള ദിവസം. ഞാൻ രാജാവായി എന്നെ തൊപ്പിയെ കിടിപ്പിച്ച് നിർത്തുന്ന ദിവസം. അതാണ് നമ്മുടെ വിഷയം. അപ്പം അതിന് ആദ്യം കർത്താവ് രാജാവാകണം, എങ്കിലേ എനിക്ക് രാജാവാകാൻ കഴിയത്തുള്ളൂ. അവനിപ്പോൾ സിയോണിലെ രാജാവാണ്, ആത്മമണ്ഡലങ്ങളെ രാജാവാണ്. എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ആത്മമണ്ഡലങ്ങളെ എൻ്റെ വാക്കുകൾ ചലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിശാചുക്കളുടെ മേൽ, ആത്മമണ്ഡലിൽ വാഴുന്ന പിശാചിൻ്റെ മേലും രോഗത്തിൻ്റെ അധികാരമുണ്ട്. അത് ആത്മമണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് അധികാരമുണ്ട് നമുക്കത്. പക്ഷേ ഭൂമിയെ ഭരിക്കുവാൻ നമുക്ക് അധികാരമില്ല. കാരണം നമ്മുടെ രാജാവ് ഇന്നും ഭൂമിയിൽ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചിരിക്കുക. ആ പ്രവാചകനായ ദാനിയേൽ പറയുക, യേശുവിന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് രാജ്യത്വം കിട്ടിയിരിക്കുന്നു. ഇതിനൊക്കെ പഠിച്ചതുകൊണ്ട് വിട്ടുപോകുകയാണ്. പക്ഷേ നിങ്ങൾ അറിയണം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒരിക്കലും പിരിയാത്ത 2 കൂട്ടർ അവിടെയുണ്ട്. ഒരിക്കലും പിരിയാത്ത 2 കൂട്ടർ. ഉൽപ്പത്തി 3:15 പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആരാ സ്ത്രീയുടെ സന്തതി? കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയാണ് മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട, ദുരുപദേശമൊന്നുമല്ല. ഹല്ലേലൂയ. ഇത് നമ്മൾക്ക് വചനം അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പല തെറ്റിദ്ധാരണയിലേക്ക് പോകും. നമ്മൾ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഒട്ടനവധി ഉപദേശങ്ങളുണ്ട്. അത് മറിയയും കുഞ്ഞുമാണെന്ന് പറയുന്നുണ്ട്. അത് ഇസ്രായേൽ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും അല്ലേ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്ന് നിങ്ങൾ അറിയണം, ക്രിസ്തു തലയും അവൻ്റെ സഭ അല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധന്മാർ ഉടലുമാണ്. ഇതിനെ വെട്ടിമുറിക്കാൻ പറ്റുമെങ്കിൽ മുറിച്ചോ. പക്ഷേ എനിക്കറിയില്ല മുറിക്കാൻ. കാരണം തല ക്രിസ്തുവാണെങ്കിൽ അവൻ എവിടെയൊക്കെ ഉണ്ടോ അവനോടുകൂടി അവൻ്റെ ശരീരം ഉണ്ടായിരിക്കും.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിലെ തലയെ തകർക്കുമെന്ന് പറഞ്ഞാൽ അത് യേശു തന്നെയാ, മാറ്റമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, അവർ അവനെ കുഞ്ഞാണ്ട് രക്തം ഹേതുവായും തങ്ങളുടെ വാകിലെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. ആരാത്? സ്ത്രീയുടെ സന്തതി. ആരാ? സഭ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ഉരുവാകുന്ന ജയാളികളായി ചെങ്കോൽ കൊണ്ട് ഭരിക്കുവാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അത് ആൺകുട്ടി എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്ന കുഞ്ഞ് എന്ത് ബേബിയാ? ബോയ് ബേബി, ബേബി ഗേൾ എന്തോ ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയും അല്ല, ബേബി ഗേൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വാക്കേ അല്ല അവിടെ. മാൻ ചൈൽഡ്, പുരുഷത്വം പ്രാപിച്ചൊരു കുഞ്ഞിനെയാണ് അവിടെ ആ സ്ത്രീ പ്രസവിക്കുന്നത്. എന്തുമാകട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെയും അത് തന്നെ കാണാൻ കഴിയും നമുക്ക്. യേശു രാജാവായെങ്കിൽ തൊട്ടു താഴെ അവനോടുകൂടി അവൻ്റെ വിശുദ്ധന്മാരും കാണും. വാക്യം 18, വാക്യം 14 പറയുന്നു, യേശുവിന് രാജ്യത്വം ലഭിച്ചിരിക്കുക, അവന് ഭൂമിയെ വാഴുവാൻ വരുന്നു. വാക്യം 18, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ, വേറെ ആൾക്കാർ, നമ്മളല്ല, IPSകാരും ചർച്ചകൂടുകാരൊക്കെയാണ്. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എങ്ങനെയാ? എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഒരിക്കലും പിരിയാൻ കഴിയാത്ത ആത്മബന്ധം. മനസ്സിലായി? ഉത്തമഗീതമൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആഴമായി നമുക്ക് അറിയാൻ കഴിയും. ഇതേ മർമ്മങ്ങൾ അവിടെയും അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ യേശു രാജാവായാൽ അവൻ്റെ കൂടെ നമ്മളും ഉണ്ടാകും. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രവാചകനായ ഹാനോക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിച്ചിരിക്കുന്നത്, അവൻ 1000 വിശുദ്ധന്മാരുമായി ഇതാ ഭൂമിയെ വാഴുവാൻ ഇറങ്ങി വരുന്നു. എത്ര വലിയ വെളിപ്പാടെന്നറിയാമോ? എവിടെ നിന്ന് യേശു കരകയറിപ്പോയോ ആ ഒലിമലയിലേക്ക് അവൻ വീണ്ടും വിശുദ്ധന്മാരുമായി ഇറങ്ങി വരാൻ പോകുകയാണ്. അല്ല, എന്ത് മകട്ടെ, ഞാൻ വിടുകയാണ്. ഇങ്ങനെ ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ വെളിപ്പാട് പറഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ടാണ് വാക്യം 7-ാം അധ്യായം വിശദമായി ദാനിയേൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് ആഴമായൊരു ക്ലാസ് ഉണ്ട് നമുക്ക്. ദാനിയേൽ 7-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ട കാര്യം. എന്നാൽ 7-ാം അധ്യായം മുഴുവൻ പഠിക്കുമ്പോൾ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം കിടക്കുക, ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഒരു വാക്യം കിടക്കുക, ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. യേശു രാജാവായി ഈ ഭൂമിയിൽ വാഴുവാൻ ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. യേശു രാജാവായ ഞാൻ നിങ്ങൾ രാജാക്കന്മാർ തന്നെയല്ലേ? ഓക്കെ, എന്തുമാകട്ടെ, 5 പട്ടണത്തിന് ഞാൻ നിങ്ങളെ അധികാരിയാക്കും. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് വായിച്ച ലൂക്കോസ് 19-ാം അധ്യായത്തിൽ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ഒരു കുലീനായ മനുഷ്യൻ ദൂരയാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് 10 പേർക്ക് 10 വെള്ളിക്കാശ് കൊടുത്തു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ 10 പേരെ വിളിച്ചു. 7 പേർ നീ ഞങ്ങൾക്ക് രാജാക്കന്മാരല്ല എന്ന് പറഞ്ഞ് മാറിപ്പോയി. ഒരുവൻ ആ കൊടുത്ത താലന്ത് കുഴിച്ചിട്ട് ദുഷ്ടദാസൻ എന്ന് വിളികേട്ട് അവൻ നഷ്ടപ്പെട്ടു പോയി. ബാക്കി 2 പേരെ വിളിച്ചിട്ട് പറയുക, അവൻ ദൈവം ഏൽപ്പിച്ച അല്ലെങ്കിൽ കർത്താവ് ഏൽപ്പിച്ച ആ താലന്ത് അല്ലെങ്കിൽ ആ വെള്ളി നാണയം അവൻ വ്യാപാരം ചെയ്ത് ഒന്നുകൊണ്ട് 10 നേടി. കർത്താവ് അവനോടെന്താ പറഞ്ഞത്? നീ 10 പട്ടണത്തിന് അധികാരിയാക്കി മാറുക. ഒരുത്തൻ 1 കൊണ്ട് 5 നേടി. അവനെ വിളിച്ചു, നിന്നെ 5 പട്ടണത്തിന്, ഈ എളംകുളവും കടവന്ത്രയും പനമ്പള്ളി നഗരം 5 പട്ടണത്തിന് അധികാരിയാക്കി നിയമിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തുമാകട്ടെ, ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. എങ്ങനെയാ? തൊട്ട് മോളിൽ മുതൽ ആഴമായി പഠിപ്പിച്ചു വരികയാണ്. 70 ആഴ്ചവട്ടത്തെക്കുറിച്ചൊക്കെ മനോഹരമായി ദാനിയേൽ പറഞ്ഞു വരികയാണ്. നമ്മളതിനെക്കുറിച്ച് കണ്ടതാണ്. 70 ആഴ്ചവട്ടം അതിനെ 3ആക്കി വിഭാഗിച്ചു. 7 49 ആഴ്ച, 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, ഒരാഴ്ചവട്ടം അല്ലേ? 7 ആഴ്ചവട്ടത്തിൽ അർത്തയിഷ്ട രാജാവിന് 445 BC-യിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നമ്മുടെ യെരൂശലേം ദേവാലയം പുതുക്കിപ്പണിയാൻ, യഥാസ്ഥാനപ്പെടുത്തി പുതുക്കിപ്പണിയാൻ വേണ്ടി. അതിനു മുമ്പേ സൈറസ് കോരസ് എന്ന് പറയുന്ന രാജാവ് അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കൽപ്പന പുറപ്പെടുവിച്ചതാ. എന്നിരുന്നാലും അർത്തിഷ്ട രാജാവ് 445-ൽ ഒരു അനൗൺസ്മെന്റ്, ഒരു പുറപ്പാട്, ഒരു ഡിക്ലെയർ ചെയ്തു. എന്താണെന്നറിയാമോ? അത് ആലയം പണി തുടങ്ങാൻ വേണ്ടി 49 വർഷം അല്ലെങ്കിൽ 7 ആഴ്ചവട്ടം, 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്കാണ് ഈ കാണുന്ന മുഴുവനും. ഈ മുഴുവനും കണക്കിന്മേലാണ് ഈ ഭൂമി കിടക്കുന്നത്. ഭൂമിയുടെ സ്പന്ദനം പാവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഭൂമിയുടെ സ്പന്ദനം മാത്തമാറ്റിക്സിന് പറഞ്ഞതുപോലെ എന്തുമാകട്ടെ, എല്ലാ കണക്കിന്മേൽ തൂങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഈ ഭൂമി. ഹല്ലേലൂയ. 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70 എന്ന് പറഞ്ഞാൽ 70 ഏഴുകളെന്നാണ് പഠിപ്പിക്കുന്നത്. അതിൽ 7 ആഴ്ചവട്ടം 49 വർഷം ഈ യെരൂശലേം ദേവാലയത്തിലെ കിടങ്ങും വീതികളും പണിയുന്ന ദിവസമാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. ബാക്കി 62 ആഴ്ചവട്ടമുണ്ട്. 62 ആഴ്ചവട്ടം എന്ന് തികയുമ്പോൾ അന്ന് അഭിഷിക്തനായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമെന്ന് പഴയ നിയമത്തിൽ മുതൽ ആഴമായി പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന വാക്യമാണ്. അങ്ങനെ 69 ആഴ്ച മരണത്തിലൂടെ, അഭിഷിക്തന്റെ യാഗത്തിലൂടെ അത് സമാപിച്ചു പോയി. ഞാൻ ഒറ്റവാക്കി പറഞ്ഞു വിടുക മാത്രമേ ഉള്ളൂ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്.
ഇനി ഒരാഴ്ച വട്ടം മാത്രം ബാക്കി കിടക്കുക. അതും കൂടി സമാപിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ആ 70 ആഴ്ചവട്ടം ചെയ്യുമ്പോൾ, കണക്കുകൾ പൂർണ്ണമാകുമ്പോൾ, എത്ര മനസ്സിലാവുന്നുണ്ട്? ഇത് കാര്യങ്ങൾ പൂർണ്ണമാകുമ്പോൾ ദൈവത്തിൻ്റെ മുഴു പ്രൊജക്റ്റ് ഭൂമിയിൽ അവസാനിച്ചിരിക്കും. എന്നുമാകട്ടെ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് 490 വർഷം അല്ലേ അത്രയും അതിനെക്കുറിച്ചൊക്കെ അബ്രഹാമിന് ഉടമ്പടി ചെയ്ത കാലഘട്ടം, ശൗൽ രാജാവ് 490 വർഷം, എന്തുമാകട്ടെ പ്രവാസം വരെ 400, എല്ലാം 490 കണക്കുകളാണ്. ബൈബിൾ ഒന്നിനോടൊന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഞാൻ വിട്ടുപോകുക. അങ്ങനെ 70 ഇനി 7 ആഴ്ചവട്ടം കൊണ്ട് യെരൂശലേമിലെ വീതികളും കിടങ്ങളും പണിതു. 62 ആഴ്ചവട്ടമായപ്പോൾ അഭിഷിക്തനായ ക്രിസ്തു ഭൂമിയിൽ മരിച്ചു. അതിനുശേഷം കൃപായുഗമാണ്. അതിൻ്റെ ഒടുക്കത്തിൽ ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. അതിൻ്റെ പേരെന്താ? എതിർ ക്രിസ്തുവിൻ്റെ എന്തേ മടിയായോ എല്ലാവർക്കും? ഇത്ര വേഗം തളർന്നു പോയോ? ഈ കലാൽപ്പടയോട് ഓടിയിട്ട് ഇനി എങ്ങനെ കുതിരപ്പടയോട് ഓടി നമ്മൾ ജയിക്കാനാ? ഹല്ലേലൂയ. ഓക്കെ, ഞാൻ വേഗം നിർത്തിക്കൊള്ളാം, കുഴപ്പമില്ല. എന്നുമാകട്ടെ ഇനി ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. ആ ഒരാഴ്ചവട്ടത്തിന് ഒടുവിൽ നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരാഴ്ചവട്ടമാണ് നമ്മുടെ എല്ലാം ഈ കഴിഞ്ഞ നാളുകളിൽ കൊറോണയിലൂടെയൊക്കെ ദൈവം അതിനുവേണ്ടി പദ്ധതി ഒരുക്കുകയായിരുന്നു. കൊറോണയുടെ പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, സകല മനുഷ്യനെ ഡാറ്റകൾ, 850 കോടി ജനത്തിൻ്റെ ഡാറ്റകൾ, മുഴുവൻ വിവരങ്ങൾ ഇതുപോലെ ഒരുത്തൻ്റെ മുമ്പിൽ ലാപ്ടോപ്പിൽ വരാൻ വേണ്ടിയാണ്. അത് വേറെ ആരുമല്ല, എതിർ ക്രിസ്തുവിന് വേണ്ടിയാണ്. 2, നമ്മുടെയൊക്കെ വിശ്വാസികളുടെ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടി ദൈവം അഴച്ചൊരു പരിപാടിയാണ് കൊറോണ. എന്തുമാവട്ടെ, ഞാൻ വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ 3 ഗഡുക്കളായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. ഞാൻ വിട്ടുപോകുകയാണ്. 7 ആഴ്ചവട്ടത്തിൽ ഇനി സംഭവിക്കേണ്ടത് ഒരാഴ്ചവട്ടം മാത്രമാണ്. അതിൻ്റെ ഒടുവിൽ നമ്മുടെ കർത്താവ് രാജാവായി വാണിരിക്കും. അവൻ വാണാൽ ഞാനും നിങ്ങൾ രാജാക്കന്മാരാ. ഒന്ന് സന്തോഷിക്കുന്ന സഹോദരങ്ങളെ. സ്വപ്നമെങ്കിലും കാണ്, നടക്കാത്ത വേറെ കാര്യം, ഒന്ന് സ്വപ്നമെങ്കിലും കാണും നമ്മളൊക്കെ. ഹല്ലേലൂയ. എന്നുമാകട്ടെ, അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു ദർശനത്തെക്കുറിച്ച്, സ്വപ്നത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്തുമാകട്ടെ അല്പമായി വിടുകയാ. ആ ബിംബത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ബിംബത്തെ നമ്മളിങ്ങനെ 6 മുറിച്ച് പഠിച്ചായിരുന്നു. തല ഇവിടെ ഇങ്ങനെയാണ്, അത് 4 മുറിച്ചു. തല ബാബിലോൺ സാമ്രാജ്യമെന്നും, അതിനുശേഷം മേദ്യ പേർഷ്യ എന്നും, അത് ഗ്രീക്ക് എന്നും, റോമ സാമ്രാജ്യമെന്നും, പിന്നെ ഡിവൈഡ് കിങ്ഡമായ ഡെമോക്രസി, ഇപ്പോൾ ആയിരിക്കുന്ന ഡെമോക്രസി എന്ന് രാജ്യമെന്നും, അതിനുശേഷം ഇനി ഭരിക്കാൻ പോകുന്നത് 10 കാൽവിരലുകൾ പോലെ ഇരിക്കുന്ന 10 യൂറോപ്യൻ കൺട്രീസ് ഭൂമിയെ ഭരിക്കാൻ പോകുന്നു. അതിൽ ഒരുവൻ ഭരിക്കാൻ പോകുന്നു, എതിർ ക്രിസ്തു. പഠിച്ചതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുന്നത്. ഒന്ന് വിട്ട് എന്നോട് തോന്നിയേക്കരുത്. നോക്കിയേ, ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ ഭൂമിയുടെ ഭരണം ഏൽപ്പിച്ചതാണ്. ഈ ഉരുണ്ട ഭൂമിയുടെ നടുക്കൊരു തൂക്കാട്ടയിട്ടാൽ അത് എവിടെ നടുക്ക് വന്ന് വീഴുവോ അവിടെയാണ് ദൈവം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യം സ്ഥാപിച്ചത്. ഹല്ലേലൂയ. ദൈവം അവരെക്കുറിച്ച് സംഭവിക്കാൻ നടക്കാതെ വന്നപ്പോൾ ദൈവം അവരെ ആഗ്രഹിച്ചത് ഇങ്ങനെയാ: ലോകം മുഴുവനും, ഭൂമി മുഴുവനും ഇസ്രായേൽ ഭരിക്കണമെന്ന്. ഇസ്രായേൽ ഭരിക്കാൻ വേണ്ടിയല്ല, ഇസ്രായേലിലെ ദൈവം അവരിലൂടെ ലോകത്തെ ഭരിക്കണമെന്ന്. വാക്കുകൾ കൃത്യമാണ്. ഇസ്രായേലിലൂടെ അവരുടെ ദൈവം ലോകത്തെ ഭരിക്കണമെന്ന്. പക്ഷേ അത് സംഭവിച്ചില്ല. ദൈവത്തെ ഭരിക്കുവാൻ അവർ അനുവദിച്ചില്ല. അതാ സത്യം. ഹല്ലേലൂയ. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം, നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണമാണ് ദൈവം ആദ്യമായി ഭൂമിയുടെ ഭരണം ജാതികൾക്ക് കൈമാറിയത്. ആദ്യമായി ജാതികൾക്ക് കൈമാറിയത് ഈ ബാബിലോൺ സാമ്രാജ്യത്തിലേക്കാണ്. അന്ന് മുതലാണ് ദൈവം തൻ്റെ ഭരണം ജാതികൾക്ക് കൊടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഭൂമിയെ വാഴുന്നത് ജാതികളാണ്. ബാബിലോൺ സാമ്രാജ്യം അത് നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചു. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭരണശേഷം മേദ്യ പേർഷ്യ, ഇങ്ങനെ മോഹൻലാലിനെ പോലെ ഇങ്ങനെയുള്ള അല്ലേ മേദ്യ പേർഷ്യ എന്ന് പഠിച്ചു. എന്തുവാകട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടാമായി പഠിക്കും. അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തി ഭൂമിയെ ഭരിച്ചു. ഇതൊക്കെ കൃത്യമായി ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അതിനൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ കയ്യിരിക്കുന്ന ആ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി സംഭവിച്ചു വെച്ചിരിക്കുകയാണ്. വടക്കേ രാജ്യത്തിലെ പെണ്ണിനെ തെക്കേ രാജ്യത്തിലെ ചെക്കന് കൊടുക്കും, തെക്കേ രാജ്യത്തിലെ പെണ്ണിനെ വടക്കേ രാജ്യത്തിലെ, ഇങ്ങനെ രസമായി ഈജിപ്തും സിറിയയും തമ്മിലുള്ള മനോഹരമായ ചിത്രങ്ങളൊക്കെ ബൈബിൾ മനോഹരമായി എഴുതി വെച്ചിരിക്കുക. ഈ നമ്മൾ കാണുന്ന പലതും ഈ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതൊക്കെ എഴുതി വെച്ചിരിക്കുക. എന്തുമാകട്ടെ വിടുകയാണ്. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം കഴിഞ്ഞു. അതിനുശേഷം റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ആർക്കും തകർക്കാൻ കഴിയാത്ത ഇരുമ്പ് തുടയ കഴിഞ്ഞുകൊണ്ടാണ് ഓടിച്ചു വിടുന്നത്. അപ്പോഴാണ്, ഈ സമയത്താണ് യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. ഈ റോമ സാമ്രാജ്യമായിരുന്നു ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യത്തേ പറ്റത്തില്ല. കാരണം റോമ സാമ്രാജ്യം 4ാമത് വരണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, റോമ സാമ്രാജ്യത്തിൻ്റെ ശിക്ഷാവിധിയാണ് ക്രൂശ് മരണം.
മനസ്സിലാവുന്നുണ്ടോ? വേറെ ഗ്രീക്ക് സാമ്രാജ്യത്തിനോ മേദ്യ പേർഷ്യയ്ക്കോ അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിനോ ഒരിക്കൽ പോലും ആ ശിക്ഷാവിധിയില്ല. റോമാ സാമ്രാജ്യത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശിക്ഷാവിധിയാണ് ക്രൂശ് മരണം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മനോഹരമായിട്ടാണ് ദൈവം ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ടതുപോലെ മനസ്സിരുത്തി ഒന്ന് പഠിച്ചു നോക്കിയേ, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം പുസ്തകം വേറെയില്ല. നമുക്ക് ഇരുന്നാൽ അവിടെ നമുക്ക് എഴുന്നേക്കൽ തോന്നത്തിൽ അത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക ഓരോ കാര്യങ്ങൾ. വിടുകയാ, റോമാ സാമ്രാജ്യം ഭരിച്ചു. അതിനുശേഷം റോമാ സാമ്രാജ്യം ഈസ്റ്റേൺ റോമയെന്നും വെസ്റ്റേൺ റോമയെന്നും അവർ ചിത്രീകരിച്ചു പോയി. പിന്നെ ഇന്ന് കാണുന്ന യൂറോപ്യൻ കൺട്രീസായി ചിത്രീകരിച്ചു പോയി. അന്നുണ്ടായിരുന്നവൻ വീണ്ടും മടങ്ങി വന്നവനെ കുറിച്ച് വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നുണ്ട് എന്നുമാകട്ടെ. അതിനുശേഷമാണ് ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യ ഭരണം ഭൂമിയിൽ ആരംഭിച്ചത്. ആണല്ലോ, ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കയറുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കാലെ പിടിച്ച് വലിക്കും, കമ്മ്യൂണിസ്റ്റ് കയറുമ്പോൾ കോൺഗ്രസ്, ഞാൻ രാഷ്ട്രീയക്കാരൊന്നുമല്ല, പേടിക്കേണ്ട, വലിക്കും. അങ്ങനെ ഒരിക്കലും ചേരാത്ത ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഒരിക്കലും ചേരത്തില്ല അല്ലേ? ചില കുടുംബത്തിൽ ഒരിക്കലും ചേരത്തില്ല. എന്തോ ആകട്ടെ, ഇങ്ങനെ പോലെ ഒരിക്കലും ചേരാത്തൊരു ഭരണ സംവിധാനം ഈ ലോകത്തിൽ നിൽക്കുക. ഇത് അഞ്ചാമത്തെ കിങ്ഡമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം എത്രയോ ജാതികളാണ് ലോകത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൈവിട്ട് കൊടുത്തതാ, വേറെ വഴിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു ചെറിയ ഒരാഴ്ചവട്ടം കൂടി ബാക്കി കിടക്കുക ദൈവത്തിൻ്റെ കണക്ക് പ്രകാരം അല്ലേ? ഒരാഴ്ചവട്ടം 7 വർഷം. അത് ഈ 10 കാൽവിരലുകളെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുമാകട്ടെ, 10 കാൽവിരലെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ 10 കാൽവിരലുകൾ 10 കൺട്രീസാണ്. അതിൽ നിന്ന് ഒരുവൻ പൊങ്ങി വന്ന് ഭൂമിയെ വാഴുമെന്ന് ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാലേ? ഓക്കെ, ഇവന്റെ ഭരണമാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണം. അതുകൊണ്ട് 850 കോടി ജനത്തിലെ ഡാറ്റകൾ ഇന്ന് ഒരുവന്റെ കയ്യിൽ വരാൻ കാരണം അവന് ഭരണത്തിന് വേണ്ടി ദൈവം വഴിയൊരുക്കി കൊടുക്കുക. ദൈവം ഒരുക്കി കൊടുത്തിരിക്കുക. നമ്മൾ ഒരുങ്ങിയിട്ടില്ല കേട്ടോ, വേറെ കാര്യം. ലോകം ഒരുക്കി കഴിഞ്ഞു. ഇന്ന് ആ മനുഷ്യൻ ഇവിടെ തന്നെയുണ്ട്, വേറെ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട് അവൻ. ഹല്ലേലൂയ. ഇവിടുന്ന് വിശുദ്ധന്മാർ നമ്മൾ ഇവിടുന്ന് പോയാൽ അവൻ വെളിപ്പെട്ട് വരും. മിണ്ടില്ല നിങ്ങൾ, നമ്മളോട്ട് പോകത്തുമില്ലല്ലോ, അത് വേറെ കാര്യം. പോകാൻ ആഗ്രഹമില്ല നമുക്ക്. നമ്മളിവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. 3 സെന്റ് സ്ഥലവും വീടും, ലോൺ അടച്ചു തീർത്തിട്ടില്ല, കാലിൻ്റെ CC അടഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 തെങ്ങ്, 5 സെന്റ് 5 തെങ്ങും, അത് കൊള്ളാം. എന്തുമാകട്ടെ, എവിടെയാ? അപ്പോൾ ഈ 10 രാജ്യങ്ങൾ ഇവന്റെ ഭരണം, അതാണ് ഒരാഴ്ച വട്ടത്തേക്ക് ഈ ഭൂമിയെ എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്ന വാക്കില്ല ബൈബിൾ, എന്നാലും പഠിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്തിക്രിസ്തു ഭൂമിയെ ഭരിക്കാൻ വരുന്നു. ഇവന്റെ ഭരണത്തിന്റെ ഒടുവിലാണ് ബൈബിൾ ഇങ്ങനെ 7th കിങ്ഡം, ഇത് 6th കിങ്ഡമാണ് അല്ലേ? നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യ, ഗ്രീക്ക് സാമ്രാജ്യം, റോമാ സാമ്രാജ്യം, ഇപ്പോൾ ആയിരിക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്ന 5ാമത്തെ കിങ്ഡം. ഇപ്പോൾ 6ാമത്തെ കിങ്ഡമാണിത്. ജാതികൾ ഭരിക്കുകയാണ്. അവൻ ജാതീയ മനുഷ്യനാണ് അവൻ അല്ലേ? ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. ഇവൻ്റെ 6ാമത്തെ കിങ്ഡം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7 വർഷത്തിന് ഒടുവിൽ ഇവിടെ ദാനിയേൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൈ തൊടാതെ പർവ്വതത്തിൽ നിന്നൊരു കല്ല് പറഞ്ഞു വന്നിട്ട് ആ ബിംബത്തെ തകർത്ത് കളഞ്ഞിട്ട് ഈ കല്ല് മഹാപർവ്വതമായിട്ട് ഈ ഭൂമി മുഴുവനും വാണു എന്നാണ് ബൈബിൾ ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സമയക്കുറവോടെ വിട്ടുപോകുക. അത് വേറൊന്നുമല്ല, ഈ ജാതീയ രാജാക്കന്മാരുടെ ഭരണം, ഈ 6 കിങ്ഡങ്ങളുടെ ഭരണത്തിന് ഒടുവിൽ, അല്ലെങ്കിൽ ഒരു ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷത്തിന് ഒടുവിൽ പർവ്വതത്തിൽ നിന്ന് കല്ല് കൈ തൊടാതെ പറഞ്ഞു വന്നിട്ട് ആ ബിംബത്തെ തകർത്ത ശേഷം ഈ ഭൂമി മുഴുവനും ആ കല്ല് മഹാപർവ്വതമായി ഭൂമിയെ വാണു എന്ന് ദിവസം പഠിപ്പിക്കുക. അത് 7ാമത്തെ കിങ്ഡമാണ്. അത് വേറെ ആരുടെയും കിങ്ഡം അല്ല, ഒരു ജാതീയ രാജാക്കന്മാരുടെ ഒരു രാജഭരണമല്ല. രാജഭരണം ഈ 7 വർഷത്തിനൊടുവിൽ അവസാനിക്കും. ഇത് ഹല്ലേലൂയ. പിന്നെ വരാൻ പോകുന്ന ഭരണം ഒരിക്കലും അസ്തമിക്കാത്ത അവൻ്റെ വിശുദ്ധന്മാരും അവൻ്റെ കർത്താധികർത്താവും കൂടി ഭൂമിയെ വാഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും മനോഹരമായി 1000 വർഷം ഈ ഭൂമിയെ നമ്മുടെ കർത്താവ് വാഴാൻ പോവുകയാണ്. ആദം മുതൽ അബ്രഹാം വരെ 2000 വർഷം, അബ്രഹാം മുതൽ യേശു വരെ 2000 വർഷം, ഇപ്പോൾ 2000 ആകാൻ പോകുന്നു, 6000 വർഷം. ഒരു 7 വർഷം എതിർ ക്രിസ്തു ഭൂമിയെ ഭരിക്കും. അതിനുശേഷം 1000 വർഷം ഈ ഭൂമിയിൽ അവനും അവൻ്റെ വിശുദ്ധന്മാരും വാഴുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ഭൂമിയുടെ, ഇങ്ങനെയാകുന്നു കാര്യത്തിലെ സമാപ്തി. എത്ര അകത്തെ കേട്ടിട്ടുണ്ട്? സ്വപ്നം കാണുന്നേ, സ്വപ്നം കാണ്. നമ്മുടെയൊക്കെ വിളിച്ച വിളി പരമവിളിയാ. ഈ ദഹാപിശക്കും ഈ എന്താ പറയാ, ഈ ചപ്പും ചവറിന് വേണ്ടി ജീവിക്കാതെ പരമവിളിയെ കണ്ണുകൾ ഉയരട്ടെ. ശലോമോനെ പോലെ ആകാശത്തിന് കീഴിൽ നോക്കാതെ അങ്ങ് ഉയരങ്ങളിലേക്ക് കണ്ണുകൾ പോരട്ടെ. ഹ്രസ്വദൃഷ്ടിയുള്ളവരാകാതെ ദീർഘദൃഷ്ടിയുള്ളവരായി തീര്. ഹല്ലേലൂയ. അങ്ങനെ 1000 വർഷം ഭൂമിയെ കർത്താവ് വാഴാൻ പോകുകയാണ്. ഇപ്പോഴാണ്
നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ രാജ്യത്ത് മേൽക്കുന്നത്. പോരാ, നമ്മുടെ കർത്താവ് രാജാവായി വരലേ എന്നാ നമ്മുടെ പ്രാർത്ഥന. എത്രക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത്? 1000 വർഷം ഭൂമി. അതുകൊണ്ട് ഏദൻ തോട്ടം മടങ്ങി വരാൻ പോകുന്നു. ഏദൻ തോട്ടം മടങ്ങി വരാൻ പോകുന്നു. എന്താ ഏദൻ തോട്ടം? ഇമേജ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് നിഴല ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിയെ ഭരിക്കുന്നു, സ്വർഗം ഭൂമിയെ ഭരിക്കുന്നു, ദൈവവും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കുന്നു. മനോഹരമായ സാന്നിധ്യം. 1000 ആണ്ടിനെ കുറിച്ച് മനോഹരമായ ഒരു പടം നമുക്കുണ്ട്. രസമാ. അന്ന് അതൊക്കെ നമ്മൾ ഇന്ന് സ്വപ്നം കാണുകയാണ്. ഇന്ന് നമ്മുടെ പെമ്മക്കളൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ 4 കണ്ണാ. ഇടയ്ക്കൊക്കെ വിളിച്ചു, എവിടെ എത്തിയടി? അന്ന് പെണ്ണുങ്ങൾ എവിടെ പോയാലും കുഴപ്പമില്ല, ആരും നോക്കത്ത് പോലുമില്ല. എത്ര രസമായൊരു ലോകം അതിന്ന് സ്വപ്നം കാണുകയും ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ഞാൻ വിടുകയാണ്. ഇതാണ് ഇങ്ങനെയാകുന്നു കാര്യത്തിലെ സമാപ്തി. ഇതിനൊടുക്കത്തിൽ നമ്മുടെ കർത്താവ് രാജാവ് കൂടെ അവൻ്റെ ശരീരമായി നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അതിലൊരു അംശം മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ആ അംശം മാത്രം നിങ്ങൾ സംസാരിച്ചിട്ടുള്ളേ. ദൈവം 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായി പഠനം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം. ഹല്ലേലൂയ. അതുകൊണ്ട് 2 പത്രോസ് 3:9 സങ്കീർത്തനം 90 സങ്കീർത്തനത്തിൽ അവിടെ വചനം പറയുന്നു, ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം പോലെയും 1000 വർഷം ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ദിവസം പോലെയും. അത് കൃത്യമായി കണക്കിന്മേൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി. ഇത്രയും മനോഹരമായി സെക്കൻഡ് കണക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ക്ലിയറാണോ? നിങ്ങളെ സഹായിക്കട്ടെ. ഇതൊക്കെ ഒന്ന് വിട്ടേച്ച് നമ്മൾ ഇനി എവിടെ പോകാനാ? പിന്നെ ഇനി ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ പോകുമോ നമ്മളൊക്കെ? ഇടയ്ക്കൊക്കെ അങ്ങോട്ടും കടക പോകുമ്പോൾ ഞാൻ നോക്കും, മാടിയൊക്കെ വിളിക്കും, ഒന്ന് കണക്കെ പോകും. എന്നാലും അകത്ത് ഫോഴ്സ് ഉണ്ട് നമുക്ക്. സ്വർഗത്തിൽ നിന്നുള്ള ഫോഴ്സ് അത്. കാരണം നമ്മുടെ ഹൃദയം ആ സിയോണിനകത്ത് വീണുപോയി. കൃപാസനത്തിൽ നമ്മുടെ ഹൃദയം വീണുപോയി. പിന്നെ ആരെ കാണിച്ചാലും നോക്കിപ്പോകും. പക്ഷേ വലിവങ്ങോടാ. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം, ജസ്റ്റ് കഥ പറയാം. എൻ്റെ ലാപ്ടോപ്പിലായിട്ട് അതിനെക്കുറിച്ച്. ഒരു കൊച്ച് ഒരു പട്ടം എന്ന് പറഞ്ഞാൽ അറിയാലേ? പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക. ഹൈറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുക. കുറേ റോള് നൂലുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. പയ്യൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പട്ടം കാണാനില്ല. നൂലുകൾ പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുക, നീ എന്തീ കാണിച്ചുകൊണ്ടിരിക്കുന്ന? ആൾക്കാർ പട്ടം ഇടറ. അത് ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിലൊക്കെ അങ്ങോട്ട് കറങ്ങിപ്പോയത്. ആൾക്കാർ പറയുക, നീ എന്ത് മണ്ഡലത്തെ കാണും? നീ വീട്ടിൽ പോടാ, നീ വീട്ടിൽ പോയി ഉറങ്ങാൻ പറഞ്ഞു. ഇല്ല, പട്ടമുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ കാണാൻ കഴിയുന്നില്ല, മറഞ്ഞുപോയത്. പക്ഷേ ഇവനറിയാം. എങ്ങനെ അറിയാമെന്നറിയാമോ? അവൻ്റെ കയ്യിലൊരു പിടിവള്ളിയുണ്ട്. ആ വള്ളിയിൽ അറിയാം പട്ടം പറക്കുന്നതും അവൻ്റെ വള്ളിയിൽ കിടന്ന് ആടുന്നതും അവനറിയാൻ കഴിയും. ഇതുപോലെ എൻ്റെ ഹൃദയം സ്വർഗത്തിൽ വീട്ടുണ്ടെങ്കിൽ, ആ സിയോണിൽ വീട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വലിവുള്ളത് കൊണ്ട് ഒരുത്തരും തടയാൻ കഴിയത്തില്ല. ഏത് മോഹങ്ങൾക്കും ഏത് പിശാചിന്റെ വഞ്ചനകൾക്കൊന്നിനും തകർക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ വീണ് പോയേക്കാം. നീതിമാൻ 7 വട്ടം വീണാലും അവൻ ചാടി എഴുന്നേക്കും. കാരണം അവൻ്റെ വലിവ് മുഴുവനും സ്വർഗീയ സിയോണിലേക്കാ, കൃപാസനത്തിൽ കിടക്കുകയാണ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. 2024 കടക്കുമ്പോൾ ആ വലിയ പ്രത്യാശയിൽ കയറട്ടെ നമ്മൾ. ഹല്ലേലൂയ. ചപ്പും ചവറിനും വേണ്ടിയല്ല, ആ വിലമതിക്കാത്ത സ്വർഗത്തോളം വലിപ്പമുള്ള, ദൈവത്തോളം വലിപ്പമുള്ള ആ വലിയ വാഗ്ദത്തങ്ങൾ നിറയിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം. ഞാൻ ഓടിച്ചു വിടുകയെ, നമ്മുടെ സമയം കഴിഞ്ഞു. ഇങ്ങനെ 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം ഉണ്ടാക്കി മനോഹരമായി എല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാകുന്ന കാര്യങ്ങളുടെ സമാപ്തി. ഉൽപ്പത്തി പുസ്തകത്തെ ഒറ്റ പിക്ചറിലെല്ലാം അവസാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടം, സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. പക്ഷേ പാപനിമിത്തം എല്ലാം വേർപെട്ടു പോയി. നമുക്ക് അറിയാൻ കഴിയല്ലേ? പിന്നെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് വീണ്ടും ആരംഭിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ക്രിസ്തുവിലൂടെ 4 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ 4000 വർഷം കഴിഞ്ഞ് ക്രിസ്തുവിലൂടെ വീണ്ടും ആ സ്വപ്നം റീസ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാ? വിശുദ്ധന്മാരുമായിട്ടുള്ള ദൈവത്തെ കൂട്ടായ്മ അങ്ങനെ ആരംഭിച്ചു. ഇപ്പോൾ 2000 വർഷം ആകാൻ പോകുന്നു. ഇനി എന്ന് അവൻ്റെ മണവാട്ടി എടുക്കപ്പെടുന്നുവോ അന്ന് 7 വർഷം ഈ ഭൂമിയെ എതിർ ക്രിസ്തു വാഴും. അതിനുശേഷം 1000 വർഷം ഈ ഭൂമിയെ കർത്താവ് വാഴും. സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നു. ഒറ്റ പിക്ചറിൽ മുഴുവൻ പ്രൊജക്റ്റുമുണ്ട് ദൈവത്തിൻ്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മുടെ സമയം 2 മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക്. എല്ലാവർക്കും സുപരിതമായ വേദവാക്യമാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളൊക്കെ. 10 വാക്യങ്ങളെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം. എങ്ങനെയത്? അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും, വാക്യം ശ്രദ്ധിക്കണം, പിന്നെയും. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും, വാക്യം ശ്രദ്ധിക്കണം, പിന്നെയും
ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ. അപ്പോൾ ഒരു വ്യവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുക, എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുകയോ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു വ്യവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്താ വ്യവസ്ഥ? പിന്നെയും ഒന്നായി തീരണം. അങ്ങനെയെങ്കിൽ പണ്ടൊന്നായിരുന്നു, അത് പിന്നെയും ക്രിസ്തുവിൽ ഒന്നാകാൻ പോകുകയാണ്. അപ്പോൾ അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ച് രണ്ടായി പോയതാ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ അത് വീണ്ടും ഒന്നാകാൻ പോകുകയാണ്. അത് മറ്റൊന്നുമല്ല, സ്വർഗവും ഭൂമിയും ഒരുമിക്കാൻ പോകുകയാണ്. ഇന്ന് സ്വർഗം അവിടെയല്ല, സ്വർഗം ഇന്ന് ഇതിനകത്താ. ഹല്ലേലൂയ. സ്വർഗം അങ്ങ് ഉത്തരദിക്കിലേക്ക് നോക്കി കൈയൊന്നും വീശണ്ട. സ്വർഗം ഇന്ന് നമ്മുടെ അകത്താണ്. ഹല്ലേലൂയ. വേറെ എങ്ങും തപ്പി നടക്കേണ്ട ആവശ്യമില്ല, ഒരു ബൈബിളും തപ്പേണ്ട ആവശ്യമില്ല. സ്വർഗം ഇന്നും എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം, സ്വർഗവും ഭൂമിയും ഒന്നായി വരാൻ പോകുകയാണ്. ഇതാണ് കാലസമ്പൂർണ്ണ വ്യവസ്ഥ. ദാനിയേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഹല്ലേലൂയ. മനസ്സാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും മനോഹരമായ വാക്യമാണ്, ക്രിസ്തുവിൽ പിന്നെയും. ഏദൻ തോട്ടത്തിൽ സ്വർഗവും ഭൂമിയും ഒന്നിച്ചിരുന്നു. മനുഷ്യനും ദൈവവും ഒരുമിച്ച് ജീവിച്ചു. ദൈവം മനുഷ്യനെ ഭരിച്ചു. 5 കിങ്ഡത്തിന് മേൽ ഭരിക്കുവാൻ ദൈവം 6th കിങ്ഡമായ മനുഷ്യരാജ്യത്തെ വെച്ചു. 7ാമത്തെ കിങ്ഡമായ ദൈവരാജ്യം മനുഷ്യനെ ഭരിക്കണമായിരുന്നു. എന്നാൽ അവിടെ ബ്രേക്ക് സംഭവിച്ചിട്ട് ഈ മനുഷ്യൻ ആ സിംഹാസനത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പിശാചിന് അധികാരം കൈമാറി. അന്ന് മുതൽ ഭൂമിയെ ഭരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഒരു ഈച്ചനെ പോലും പോടെന്ന് പറഞ്ഞാൽ പോകത്തില്ല. നമ്മൾ പോകണ്ടേ ഇവർക്ക് ഗതികേടായിപ്പം. ഒരു കൊതുകിനെ നമ്മൾ ഓടിച്ചിനെ കൊല്ലണം, പോകത്തില്ല. ഉൽപ്പത്തിൽ അങ്ങനെയല്ല. 5 കിങ്ഡത്തിന് മേൽ ഭരിക്കുവാൻ ദൈവം നമ്മളെ വെച്ചതാ. പക്ഷേ 7th കിങ്ഡമായ ദൈവരാജ്യം 6th കിങ്ഡമായ എന്നെയും നിങ്ങളെയും ഭരിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും 5 രാജ്യങ്ങളെ, പറവക ജാതികൾ, അനിമൽസ് കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, ഫിഷ് കിങ്ഡം എന്നൊക്കെ പറയുന്ന 5 കിങ്ഡത്തെ ഭരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാജാക്കന്മാരായിട്ടില്ല. അതിനെ കുറിച്ച് ആയമായി എടുത്തോളാം. എന്താണെങ്കിലും സ്വർഗവും ഭൂമിയും ഒന്നിക്കാൻ പോവുകയാണ്. പോരാ, സ്വർഗവും ഭൂമിയും ഒന്നിക്കാൻ പോകുകയാണ്. അത് വേറൊന്നുമല്ല, ക്രിസ്തുവിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. പഴയ ഏദൻ തോട്ടം വീണ്ടും മടങ്ങി വരാൻ പോകുന്നു. വരുമ്പോൾ ഒറ്റക്കല്ല വരുന്നത്, അവൻ്റെ വിശുദ്ധന്മാരുമായിട്ട്. ഈ പ്രവാചകനായ ഹാനോക്ക് പറഞ്ഞ പ്രവാചകൻ യൂദാ ലേഖനത്തിൽ കിടക്കുകയാണ്. എന്താണെന്നറിയാമോ? 1000 വിശുദ്ധന്മാരുമായിട്ട്. നമ്മളായിട്ടല്ല, അതുകൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നത്. അതാ നമ്മുടെ വിഷയം. നമുക്ക് ഇന്നും അത് അകത്തേക്ക് കയറിയിട്ടില്ലല്ലേ. 1000 വിശുദ്ധന്മാരുമായിട്ട് അവൻ ഒരു ദിവസം ഇറങ്ങി വരാൻ പോകുക. എവിടെ നിന്ന് കർത്താവ് ഒലിമ മലയിൽ നിന്ന് കയറിപ്പോയോ ആ ഒലിമലയിലേക്ക് അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. 1000 വിശുദ്ധന്മാരുമായിട്ട് ഒലിമല ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവൻ്റെ കാല് കുത്തുമ്പോൾ ഒലിമല 2ആയി പിളരുമെന്ന് ഈ സയൻസ് പോലും എഴുതി വെച്ചിരിക്കുക. ബൈബിൾ അത് എഴുതി വെച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായ ദൈവത്തിൻ്റെ പ്രൊജക്റ്റുകൾ ആ ഭൂമിക്കത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെയും നിങ്ങളുടെയും അകത്ത് കത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം എത്രയും ഫലവത്തായി തീരുന്നത്, ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്, സ്വർഗത്തിന് അത് വിലമതിക്കുന്നതായി തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേട്ട തിരുവചനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. നമ്മൾ നാളെ അടുത്ത ആഴ്ച മുതൽ വീണ്ടും ചിന്തിക്കും. ദാവീദിന്റെ സിംഹാസനമൊക്കെ നഷ്ടപ്പെട്ടു പോയി, വീണ്ടും അത് ക്രിസ്തുവിനായി തീരുന്നൊക്കെ നമ്മൾ വരും നാളുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയും. ഞാൻ ഇത്തിരി സ്പീഡിലാ പോയെന്ന് എനിക്കറിയാം, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ദൈവം സ്നേഹിക്കാം. ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം ഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ അതികളകന്നു പരാ. ആശ്രയം നിന്നിലായതു മുതലൻ അതികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി.
എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ഹല്ലേലൂയ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കാൽകൾ വഴുതാതനീശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനീശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നു തുണയായി വന്നു നടത്തുന്ന അത്ഭുതമായി. കൃപകൾ തന്നു തുണയായി വന്നു നടത്തുന്ന അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കൂ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ദേഹം മണ്ണിൽ മറഞ്ഞാലും, എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. 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 എല്ലാ കണ്ണുകളും അടച്ചോട്ടെ, എല്ലാ കണ്ണുകളും എല്ലാം അടച്ചോട്ടെ. ഇന്ന് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കാം. 2024 തുടക്കത്തിലേക്ക് കാൽ വെക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ ആയുധമാണ് ദൈവസ്നേഹം എന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ
അത് സ്വയമായി രൂപീകരിച്ചുണ്ടാക്കുവാൻ അത് കഴിയത്തില്ല, മെനഞ്ഞുണ്ടാക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അവൻ്റെ ആ മാറ്റമില്ലാത്ത ദൈവസ്നേഹം എന്ന് പറയുന്ന വലിയ ആയുധം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം കാൽവരി ക്രൂശിൽ ക്രിസ്തുവിലൂടെ മാനവരാശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്വർഗീയ സിയോണിലേക്ക് വിളിച്ചിരിക്കുന്ന പരമവിളിയുടെ ആ വലിയ സ്നേഹം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ നമ്മൾ ഒരു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ദൈവ സ്നേഹത്തിന് മുമ്പിൽ ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല, ഒരു ശത്രുവിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. എൻ്റെ വേദനകളെ എന്നെ തകർക്കുവാൻ കഴിയത്തില്ല, എൻ്റെ ബലഹീനതകളെ എന്നെ തകർക്കാൻ കഴിയത്തില്ല. അതിനാവശ്യം ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. ഇന്ന് അഗാപ്പെ സ്നേഹം നമ്മൾ നിറയുവാൻ ഈ ആയുസ് 2024 ഏറ്റവും ദൈവത്തിന് പ്രയോജനമുള്ള വർഷമായി തീരുവാൻ ഇവനെൻ്റെ പ്രിയ മകൾ, ഇവൻ്റെ പ്രിയ മകനെന്ന് ആ വിളി കേൾക്കേണ്ടതിന് സ്വർഗം ഓരോ നിമിഷം റോമർക്ക് ലേഖനം പറയുന്നത് പോലെ അവൻ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇവൻ്റെ മകൻ മകളെന്ന് ഓരോ നിമിഷവും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുവാൻ ആ വലിയ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധായ ഞങ്ങളുടെ സ്വർഗത്തിൽ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ഒരുമിച്ച് തിരുമലയിൽ കടന്നു വരികയാണ്. കർത്താവേ, ഈ 2023 അവസാന നിമിഷങ്ങളിൽ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത് ഒരുമിച്ച് 10 ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും കർത്താവേ നിന്നെ ആരാധിക്കുവാനും അങ്ങയുടെ മേശയിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനും അങ്ങ് എന്ന ഓഹരിയിൽ നിന്ന് അങ്ങയുടെ രാജ്യം പണിയുവാൻ വേണ്ടി വിതറുവാനും മാറ്റമില്ലാത്ത ദൈവവചനം ഒരിക്കലും മാറിപ്പോകാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ആ വലിയ വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ച വലിയ കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വന്നവരെല്ലാം അനുഗ്രഹിക്കുകയാണ്. 2024 ദൈവത്തിന് ഫലം കായ്ക്കുന്ന മക്കളായി തീരുവാൻ യേശുവിന്റെ നാമത്തിൽ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടിയന്റെ മേൽ വെച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കൃപാവരങ്ങൾ അകത്ത് വെച്ച സകല കൃപാവരങ്ങളും എല്ലാ അഭിഷേകങ്ങളും എല്ലാം വരും ദിവസങ്ങളിൽ 2024 അത് ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവേ അനേക ആത്മാക്കളെ നേടുവാൻ വേണ്ടി അത് പൊട്ടിപ്പുറത്തു വരുവാൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യാതൊരു മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല, യാതൊരു മനുഷ്യന്റെ യാതൊരു ബലം കൊണ്ടല്ല, യാതൊരു സ്ട്രാറ്റജി ഒന്നും കൊണ്ടല്ല കർത്താവേ, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്തംപരമായ ശക്തി കൊണ്ട്, അഭിഷേകം എന്ന വലിയ ശക്തി കൊണ്ട് കർത്താവേ, പിശാച് അടക്കി വെച്ചിരിക്കുന്ന ആദമിന്റെ മക്കളെ അവന്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ദൈവസഭയിലേക്ക് സമ്പാദിക്കുവാൻ, സ്വർഗത്തിലേക്ക് സമ്പാദിക്കുവാൻ ഇന്ന് പകൽക്കാലം ജനത്തിനുമേൽ റിലീസ് ചെയ്യുന്ന അഭിഷേകത്തിനായി നന്ദി പറയുകയാണ്. കർത്താവിന് പുതിയ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ചുമൽ കൊടുക്കുവാൻ ഈ ഹൃദയം താഴ്ത്തി ആഗ്രഹത്തോടെ നിൽക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളുടെ മേലും ഇന്ന് പുതിയ അഭിഷേകം നിറക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അനേകരെ സമ്പാദിക്കുവാൻ, അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ, അനേക ഭൂതങ്ങളെ വിടുവിച്ച് അവരെ കർത്താവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കുവാൻ ഒക്കെ വേണം. ഇന്നൊരു പകൽക്കാലം അങ്ങ് അയച്ചിരിക്കുന്ന സകല കൃപകൾക്കും കൃപാവരങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഒരു വട്ടം കൂടി വന്നല്ല എല്ലാവരെയും ഏൽപ്പിച്ച് അനുഗ്രഹിക്കാൻ ഇതുവരെ ഞങ്ങളെ നടത്തിയ 2023 ഞങ്ങളെ നടത്തിയ എല്ലാ നന്മക്കുമായിട്ട് നന്ദി പറയുന്ന കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ. ഒരുപക്ഷെ ഞങ്ങളുടെ കണ്ണിൽ അത് തിന്മയായി തോന്നിയേക്കാം, നഷ്ടമായി തോന്നിയേക്കാം, പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ തിന്മയായി തോന്നുന്നതെല്ലാം നന്മക്ക് വേണ്ടിയായി ഞങ്ങൾ അറിയുന്ന കർത്താവേ, സകല നന്മക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ വാക്കുകൾ ഇന്ന് പകൽക്കാലം ഓർത്തുകൊണ്ട് കർത്താവേ, ഇന്ന് മുഴുവത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കരകളെ കേൾപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു വട്ടം കൂടി ഇവിടെ വന്ന് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ, പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദ പഴകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംശ്രമം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെയും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും യേശുവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ജയനീയ കർത്താവിനെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ആമേൻ. കർത്താവേ, വേഗം വരണമേ മാറാനാഥ.